പകൽ വാർത്ത തുടങ്ങുന്നു. രാജ്യത്ത് മോദി തരംഗവും കേരളത്തിൽ UDF തരംഗവുമാണെന്ന എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ ഇതാണ് ഇപ്പോൾ എങ്ങും ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നത്. പക്ഷേ ഈ വിഷയത്തിൽ ഇന്ത്യ സഖ്യം BJPക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. ഈ രീതിയിൽ ഒരേപോലെ എക്സിറ്റ് പോളുകൾ വന്നത് ഗൂഢാലോചനയുടെ ഭാഗമാണെന്നാണ് ഇന്ത്യ സഖ്യത്തിന്റെ നിലപാട്. പകൽ വാർത്തയിൽ ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. എക്സിറ്റ് പോൾ ആവേശത്തിൽ BJP. മോദിയുടെ മൂന്നാം വരവും കേരളത്തിൽ താമര വിരിയുന്നതും ഉറപ്പിച്ച് നേതാക്കൾ. കേരളത്തിൽ UDF തരംഗം പ്രവചിച്ചിട്ടും എക്സിറ്റ് പോളിൽ വിശ്വാസമില്ലെന്ന് കോൺഗ്രസ്. LDFന് സീറ്റില്ലെന്നത് ചിലരുടെ ആഗ്രഹം മാത്രമെന്ന് CPM. ഒന്നാം പ്രതി പിണറായി വിജയനാണ്. രണ്ടാം സ്ഥാനത്തെത്തിയ കണക്കനുസരിച്ച് രണ്ടാം സ്ഥാനത്ത് വരാൻ പാടില്ല. തൃശൂരും തിരുവനന്തപുരവും മാത്രമല്ല, കേരളത്തിന്റെ ശ്രദ്ധയിലേക്ക് ആറ്റിങ്ങിലും. താമര വിരിയാൻ സാധ്യതയുള്ള 3 മണ്ഡലങ്ങളിലും അടിയൊഴുക്ക് പ്രതീക്ഷിച്ച് UDFും LDFും. BJP അക്കൗണ്ട് തുറക്കില്ലെന്ന് AK ബാലൻ. എക്സിറ്റ് പോളുകളെ തള്ളി കോൺഗ്രസ്. തോൽവിക്ക് മുന്നോടിയായുള്ള മോദിയുടെ സൈക്കോളജിക്കൽ ഗെയിം എന്ന ആരോപണവുമായി കോൺഗ്രസ്. ഇന്ത്യ സഖ്യം 295-ൽ താഴെ പോകില്ലെന്ന് ജയറാം രമേശ്. അരുണാചൽ പ്രദേശിൽ ഭരണം നിലനിർത്തി BJP. കേവല ഭൂരിപക്ഷവും മറികടന്ന് BJP മുന്നേറ്റം. സിക്കിമിൽ SKM വീണ്ടും വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലേക്ക്. ഫുട്ബോൾ താരം ബൈച്ചിങ് ബൂട്ടിയ വീണ്ടും തോറ്റു. ദിവസത്തെ ഇടക്കാല ജാമ്യം അവസാനിച്ചു. വോട്ടെണ്ണലിന് നിൽക്കാനാവാതെ അരവിന്ദ് കെജ്രിവാൾ ജയിലിലേക്ക്. ഒരാഴ്ചത്തെ ഇടക്കാല ജാമ്യത്തിനുള്ള ഹർജി പരിഗണിക്കുന്നത് ബുധനാഴ്ച. മുസ്ലിം ലീഗിലേക്കെന്ന വാർത്ത നിഷേധിച്ച അഹമ്മദ് ദേവർകോവിൽ. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയവരുടെ പ്രചാരണമെന്ന് മുൻ മന്ത്രി. ചർച്ച നടത്തിയിട്ടില്ലെന്ന് PMA സലാം. തൃശൂരും മലപ്പുറത്തും കോഴിക്കോടും റെഡ് അലർട്ട്. തിരുവനന്തപുരവും കൊല്ലവും ഒഴിച്ച് മറ്റ് ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. ഒരേ സ്ഥലത്ത് തന്നെ റെക്കോർഡ് മഴ പെയ്യുന്നുവെന്ന് മന്ത്രി K രാജൻ. ദേശീയ ദുരന്ത നിവാരണ സേനയുടെ കൂടുതൽ യൂണിറ്റുകൾ നാളെ എത്തും. T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ആദ്യ ജയം അമേരിക്കയ്ക്ക്. കാനഡയെ 7 വിക്കറ്റിന് തോൽപ്പിച്ചു. ആദ്യ മത്സരത്തിൽ ബാറ്റിംഗ് വെടിക്കെട്ട്. 40 പന്തിൽ 94 റൺസ് എടുത്ത അമേരിക്കയുടെ ആരോൺ ജോൺസ്. വോട്ടെണ്ണലിന്റെ 2 ദിവസം മാത്രം ബാക്കി നിൽക്കെ എക്സിറ്റ് പോളുകളെ കുറിച്ചുള്ള ചർച്ചയാണ് എല്ലായിടത്തും. Political Grand Finale, co-presented by Berger Paints, 100 years of trust. Educational partners, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBISലൂടെ Indian Institute of Commerce, ലക്ഷ്യ. Join Indian Institute of Commerce, ലക്ഷ്യ. 21ാം വയസ്സിൽ ലൈഫ് ഈസ് സെറ്റിൽ. And Jain deemed to be University, Kochi. Be the change, be the future with Jain deemed to be University, Kochi. പോളുകളും ഏതാണ്ട് ഒരേ രീതിയിലുള്ള കണക്കുകൾ പുറത്തുവിട്ടതോടെ ആവേശത്തിലാണ് BJP. ഹാട്രിക് വിജയം നേടുമെന്ന എക്സിറ്റ് പോളുകൾ പക്ഷേ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ഇന്ത്യ സഖ്യം. എക്സിറ്റ് പോളുകളിൽ വിശ്വാസമില്ലെന്നാണ് ഇന്ത്യ സഖ്യം നേതാക്കളുടെ പ്രതികരണം. പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കൾ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് എക്സിറ്റ് പോളിന്റെ കണക്കുകളെ. എന്നാൽ എക്സിറ്റ് പോളുകൾ ശരിവെക്കുകയാണ് NDA നേതാക്കൾ ചെയ്യുന്നത്. ഇന്ത്യ സഖ്യം വീണ്ടും യോഗം ചേരുകയാണ്. ഇന്നലെ ഡൽഹിയിൽ യോഗം ചേർന്നിരുന്നു. ഇന്ന് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വീട്ടിൽ കോൺഗ്രസ് നേതാക്കൾ അല്പസമയത്തിനകം യോഗം ചേരുന്നുണ്ട്. കൂടുതൽ പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട്. K സുധാകരൻ ഇതേക്കുറിച്ച് ഇന്ത്യ സഖ്യം വിജയം നേടുമെന്ന പ്രതികരണവും ഒപ്പം എക്സിറ്റ് പോളുകളെ കുറിച്ചുള്ള ഇന്ത്യ സഖ്യം വിജയം നേടുമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. അതേപോലെ തന്നെ കേരളത്തിൽ UDF വിജയം നേടുമെന്ന് എക്സിറ്റ് പോളുകൾ പറയുന്നുണ്ട്. എങ്കിൽ പോലും എക്സിറ്റ് പോളുകളെയും മറികടന്നുള്ള വിജയം കേരളത്തിൽ UDFന് കിട്ടുമെന്നാണ് കോൺഗ്രസിന്റെ നേതാക്കൾ പറയുന്നത്. അതേസമയം CPM പറയുന്നത്
ഒരു സീറ്റ് പോലും LDFന് കേരളത്തിൽ കിട്ടില്ല എന്നുള്ള എക്സിറ്റ് പോളുകൾ ചിലരുടെ ആഗ്രഹം മാത്രമാണെന്നാണ്. കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് പോകാം. അതിപ്പം ഉത്തരേന്ത്യയിലെ രാഷ്ട്രീയ സാഹചര്യത്തെ ആശ്രയിച്ചാണല്ലോ അതിൻ്റെ ഫലങ്ങളും പ്രഖ്യാപിക്കുക. അപ്പോൾ അവിടുത്തെ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ റീഡിംഗ് അതായിരിക്കാം. അതിനെക്കുറിച്ച് നമുക്ക് പറയാൻ കഴിയില്ല. ഞങ്ങൾക്കൊക്കെ പ്രതീക്ഷ കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഉത്തരേന്ത്യയിൽ BJP പുറകോട്ട് പോകും എന്ന് തന്നെയാണ് ഞങ്ങളുടെയൊക്കെ ഇപ്പോഴും വിശ്വാസം. ഞങ്ങളെപ്പോഴും കോൺഗ്രസിൻ്റെ മുന്നണിക്ക് ഒരുപക്ഷെ ഇതുവരെ അതിന് ആത്മാവ് വന്നില്ല എന്ന് ഓർമ്മ വേണം നിങ്ങൾക്ക്. അഖിലേന്ത്യാ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിൻ്റെ മുന്നണി ഇന്ത്യ യൂണിയന് ആത്മാവ് വന്നില്ല, വരാൻ പോകുന്നേയുള്ളൂ. അപ്പോൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിജയം ആ മുന്നണിക്കുണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അതിൻ്റെ അർത്ഥം ഇന്ത്യ ഭരിക്കുമെന്നല്ല. എക്സിറ്റ് പോളുകളിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. 1000 സാമ്പിൾ എടുത്തിട്ട് ലക്ഷക്കണക്കിന് ആളുകളുടെ അഭിപ്രായം ഇതാണ് എന്ന് പറയുന്ന നടപടിയോട് നമുക്ക് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല. ഇപ്പോഴല്ല, എല്ലാ കാലത്തും എൻ്റെ നിലപാട് അത് തന്നെയാണ്. അതുകൊണ്ട് ഇന്ത്യ മുന്നണിക്ക് വലിയ സാധ്യത ഈ തെരഞ്ഞെടുപ്പിലുണ്ട് എന്നിപ്പോഴും ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. കോൺഗ്രസ് പ്രസിഡന്റ് പറഞ്ഞ 295 എത്തും എന്ന വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. അതുകൊണ്ട് ഈ എക്സിറ്റ് പോളുകളിൽ വിശ്വാസം അർപ്പിക്കേണ്ട യാതൊരു കാര്യവുമില്ല. നരേന്ദ്രമോദിക്കെതിരായ വികാരം ഇന്ത്യയിൽ ശക്തമാണ്. അതിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. ഇന്ത്യ മുന്നണിയുടെ ഗവൺമെന്റ് ഉണ്ടാക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. എക്സിറ്റ് പോളിന്റെ അടിസ്ഥാനത്തിൽ വിശ്വസിക്കാൻ സാധിക്കില്ല. ഇന്ത്യ രാജ്യത്ത് ആദ്യത്തെ സംസ്ഥാനമായിരിക്കും എല്ലാ സീറ്റും ഇന്ത്യ മുന്നണിക്ക് സംഭാവന ചെയ്യുന്ന കേരളം. അക്കാര്യത്തിൽ യാതൊരു സംശയവും ഉണ്ടാകില്ല. ഈ കേരളമായിരിക്കും അതിന് ഒരു മാതൃക. അതിൽ LDFന്റെ പങ്കാളിത്തം എന്താണ്, UDFന്റെ പങ്കാളിത്തം എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് 4-ാം തീയതി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ഒരു കാര്യം പറയാം, കണ്ണഞ്ചിപ്പിക്കുന്ന വിജയം LDFന് അനുകൂലമായിട്ടുണ്ടാവും. 48 മണിക്കൂറിന്റെ പ്രശ്നമല്ലേ ഉള്ളൂ. മറ്റന്നാൾ നമുക്ക് വ്യക്തമായി അറിയല്ലേ. അതവിടെ മുന്നിൽ കിടക്കുമ്പോൾ ഇന്നിപ്പോൾ നമ്മൾ കുട്ടി തർക്കിക്കേണ്ട ആവശ്യമുണ്ടോ? എക്സിറ്റ് പോൾ എല്ലാ കാലത്തും എല്ലാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകാറുണ്ട്. പലതും ചിലതൊക്കെ ശരിയായി വന്നിട്ടുണ്ട്, പലതും തെറ്റിപ്പോയിട്ടുണ്ട്. അപ്പം അതിനെ നമ്മൾ കാര്യം കൊടുത്തുകൊണ്ട് ഈ 48 മണിക്കൂർ അതിൽ ഡിബേറ്റ് ചെയ്തിട്ട് ആ സമയം നഷ്ടപ്പെടുത്തണ്ട. നമുക്ക് 4-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം കൃത്യമായി ഞാൻ പറഞ്ഞുതരാം. ഇന്നലെ ദേശീയ തലത്തിലുള്ള എക്സിറ്റ് പോൾസ് പുറത്തുവരികയുണ്ടായി. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നിരാശപ്പെടുത്തുന്നതാണ്. മുൻകാലങ്ങളിൽ 2014 അതിന് മുൻപും 2009 2004 ഒക്കെ എക്സിറ്റ് പോളുകൾ തെറ്റിയിട്ടുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഇത്തവണയും ആ നിലയിൽ ഫലം വരുമ്പോൾ വ്യത്യസ്തമാകും എന്ന് തന്നെയാണ് പ്രതീക്ഷ. 4ഓളം സീറ്റുകൾ NDAക്ക് കേരളത്തിൽ പ്രതീക്ഷിക്കാമെന്നാണ് എക്സിറ്റ് പോളുകൾ കാണുന്നത്. അതുതന്നെയായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന കാൽക്കുലേഷനുകളും. ഏതാണെങ്കിലും ഇന്ത്യയിൽ മൊത്തത്തിൽ NDA ഏതാണെങ്കിലും 350 സീറ്റിന് മുകളിലായിരിക്കും ജയിക്കാൻ വേണ്ടി പോകുന്നത്. ഇതൊക്കെ നേരത്തെ ഉണ്ടായിരുന്ന ധാരണകൾ തന്നെയാണ്. NDAയുടെ സെൻട്രൽ കമ്മിറ്റി യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുള്ള ഒരു സർവേ ഉണ്ട് BJPയുടെ ഡൽഹിയിൽ നിന്ന്. അതിൽ പറഞ്ഞിട്ടുള്ളത് ട്രിവാൻഡ്രം, കോട്ടയം, പത്തനംതിട്ട, തൃശ്ശൂർ ഈ 4 സീറ്റുകളാണ് അവിടെ കേന്ദ്രത്തിൽ നിന്ന് നടത്തിയിട്ടുള്ള സർവേയുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന ഡിസ്കഷൻ എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യം അങ്ങനെയാണ്. ഈ 4 സീറ്റുകളാണ് കേരളത്തിൽ നിന്ന് 1ഓ 2ഓ സ്ഥാനത്തേക്ക് എത്തുന്ന സീറ്റുകൾ എന്ന് പ്രതീക്ഷിച്ചിട്ടുള്ളത്. ഞാൻ നേരത്തെ തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. കാരണം ഇത് നേരത്തെ എനിക്ക് ഓഫർ ഉണ്ടായിരുന്നതുകൊണ്ട് അന്ന് തന്നെ വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ നിന്നിട്ടുള്ളത്. കാരണം അന്ന് അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ പറയാൻ വേണ്ടി പോകുന്ന BDJS എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാക്കിയത് എനിക്ക് MP ആകാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അന്ന് അവോയ്ഡ് ചെയ്തത്. ഇപ്പോഴും തീരുമാനം എടുത്തിട്ടില്ല. അങ്ങനെ ഒരു ഓഫർ വന്നാൽ ആ സമയത്ത് ആലോചിച്ച് തീരുമാനിക്കും. മോദി 3-ാം തവണയും പ്രധാനമന്ത്രിയാകും എന്നുള്ള എക്സിറ്റ് പോൾ ഫലങ്ങൾ, അതോടൊപ്പം തന്നെ കേരളത്തിൽ UDFന് തിളക്കമാർന്ന വിജയം ഉണ്ടാവുമെന്നുള്ള എക്സിറ്റ് പോൾ ഫലങ്ങൾ, ഒപ്പം കേരളത്തിൽ താമര വിരിയുമെന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ, ഇതേക്കുറിച്ചുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെ പ്രതികരണമാണ് കേട്ടത്. കൂടുതൽ വിവരങ്ങളുമായി TG സജിത്ത് ഒപ്പം കിരൺ ബാബു എന്നിവർ ചേരുകയാണ്. സജിത്ത്, വളരെ രസകരമായ പ്രതികരണങ്ങളാണ് ഓരോ നേതാക്കളിൽ നിന്നും ഉണ്ടാകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് AK ബാലൻ പറഞ്ഞ കാര്യമാണ്. കേരളത്തിൽ ഇന്ത്യ സഖ്യത്തിന്
ഏറ്റവും തിളക്കമാർന്ന വിജയമുണ്ടാകാൻ പോകുന്നു. അതായത് രാജ്യത്ത് ആദ്യത്തെ സംസ്ഥാനം കേരളമായിരിക്കും ഇന്ത്യ സഖ്യത്തിന് മുഴുവൻ സീറ്റുകളും നേടിക്കൊടുക്കുന്നത് എന്ന് AK ബാലൻ പറയുകയാണ്. അപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങളും അങ്ങനെ തന്നെയാണല്ലോ പറയുന്നത്. BJPക്ക് 1 സീറ്റോ 2 സീറ്റോ കിട്ടിയേക്കാം. പക്ഷേ ഇന്ത്യ സഖ്യത്തിന് തന്നെയാണ് കേരളത്തിൽ മുൻതൂക്കം വരുന്നത്. പക്ഷേ UDF ആണ് കേരളത്തിൽ കൂടുതൽ സീറ്റുകൾ നേടുന്നത് എന്ന് വരുമ്പോൾ LDF അത് അംഗീകരിക്കുന്ന രീതിയിലായിപ്പോയോ ബാലന്റെ പ്രതികരണം? LDFും അത്ര പ്രതീക്ഷിക്കുന്നില്ലേ കേരളത്തിൽ ഈ പറയുന്ന എക്സിറ്റ് പോളുകൾക്കും അപ്പുറമുള്ള സീറ്റുകൾ നേടാമെന്ന്? മഞ്ജുഷ്, ഈ എക്സിറ്റ് പോളിനെ കേരളത്തിലെ LDFും UDFും ഒരുപോലെ തള്ളിക്കളയുകയാണ്. പക്ഷേ ഇതിൽ അല്പം കൂടുതൽ ഞെട്ടൽ ഈ എക്സിറ്റ് പോൾ ഫലങ്ങളിലുള്ളത് ഇടതു കേന്ദ്രങ്ങൾക്കാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം അതിൽ ചിലയിടങ്ങളിൽ, ചില സർവേകളിലെങ്കിലും ഇടതുമുന്നണി ഒരുപക്ഷെ 0 സീറ്റുകളിലേക്ക് പോയേക്കാം, BJP ആ സ്ഥലത്തേക്ക് കടന്നു വരാം എന്ന പ്രവചനമുണ്ട്. അതുകൊണ്ട് ഏറ്റവും ഞെട്ടലുണ്ടാക്കുന്നത് ഇടതു കേന്ദ്രങ്ങളെയാണ്. അതുകൊണ്ട് തന്നെ എക്സിറ്റ് പോളിനെ ഏറ്റവും ശക്തമായി നിരാകരിക്കുന്നത് തീർച്ചയായും ഇടതു കേന്ദ്രങ്ങളാണ് എന്നതാണ്. ബാലനടക്കം സൂചിപ്പിക്കുന്ന പരാമർശം ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിക്ക് ഏറ്റവും അധികം നേട്ടം നൽകുന്നത് കേരളത്തിൽ നിന്നാണ്. അത് LDF ആണോ UDF ആണോ എന്ന് അതിൻ്റെ ഭാഗതയെ നിശ്ചയിക്കുക എന്നത് എന്തായാലും കണ്ടറിയാമെന്ന് പറയുന്നു. അതിനപ്പുറത്തേക്ക് ബാലനൊന്നും ഇടതുമുന്നണിയുടെ സീറ്റ് നിലയെ സംബന്ധിച്ചൊന്നും കൃത്യമായ നീക്കങ്ങളിലേക്ക് വരുന്നുമില്ല. ഇടതുമുന്നണി കേന്ദ്രങ്ങളും UDF കേന്ദ്രങ്ങളിലും ഒരുപോലെ എക്സിറ്റ് പോൾ ഫലങ്ങളെ ദേശീയ തലത്തിൽ തള്ളുന്നുണ്ട്. പക്ഷേ UDF നേതാക്കൾ കേരളത്തിലെ സാഹചര്യങ്ങളെ അത്ര കണ്ടങ്ങ് വിലയിരുത്താൻ ഇതുവരെയും തയ്യാറായിട്ടില്ല എന്ന സാഹചര്യം കൂടിയുണ്ട്. ഇടതുമുന്നണി നില മെച്ചപ്പെടുത്തും എന്ന് പറയുന്നത് ഇടതു കേന്ദ്രങ്ങൾക്ക് അല്പം ആത്മവിശ്വാസം നൽകുന്നുണ്ട്. പക്ഷേ ഇത്ര മോശപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് മാറുക എന്നത് അവരെ സംബന്ധിച്ചും ഞെട്ടിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ചില എക്സിറ്റ് പോളുകൾ നോക്കുമ്പോൾ LDFിനേക്കാളും കൂടുതൽ സീറ്റുകൾ BJPക്ക് വന്നാലും അത്ഭുതപ്പെടേണ്ട എന്നാണല്ലോ. 0 സീറ്റ് LDFന് എന്ന് പറയുന്ന എക്സിറ്റ് പോളുകൾ അവിടെ BJPക്ക് സീറ്റ് കൊടുത്തിട്ടുമുണ്ട്. ഇത് ഒരു ഞെട്ടലുണ്ടാക്കുന്ന കാര്യമാണല്ലോ LDFന്. പക്ഷേ ഇത് വെറും സ്വപ്നമെന്ന് പറയുമ്പോൾ LDF ക്യാമ്പിൻ്റെ ഒരു വിലയിരുത്തൽ ഏത് രീതിയിലാണ് അവസാനം വരുന്നത്? പരമാവധി എത്ര സീറ്റുകൾ കിട്ടിയേക്കാം എന്ന രീതിയിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ രഹസ്യമായിട്ടെങ്കിലും പറയുന്നുണ്ടല്ലോ LDFിൻ്റെ പ്രത്യേകിച്ച് CPM നേതാക്കൾ. മഞ്ജുഷ്, ഇതിനെ LDF കേന്ദ്രങ്ങൾ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്. 16% വോട്ട് ഷെയർ ഉള്ള BJP എങ്ങനെ കേരളത്തിൽ CPMനെ മറികടന്ന് അല്ലെങ്കിൽ LDFനെ മറികടന്നുകൊണ്ട് കൂടുതൽ സീറ്റുകൾ നേടുമെന്ന ചോദ്യമാണ് അവർ ഉന്നയിക്കുന്നത്. അതുകൊണ്ട് ഈ എക്സിറ്റ് പോൾ കണക്കിൽ ഒരു വിശ്വാസ്യതയുമില്ല എന്ന വാദമാണ് അവർ ഉന്നയിക്കുന്നത്. 16% എന്നത് 18%-ലേക്കോ ഇനി 20%-ലേക്കോ ഉയർന്നാൽ പോലും 36% വോട്ട് ഷെയർ ഉള്ള അല്ലെങ്കിൽ 36-ന് മുകളിലോ 36 വരെയോ വോട്ട് ഷെയർ കിട്ടുമെന്ന് ഇടതുമുന്നണിക്ക് എക്സിറ്റ് പോളുകൾ പ്രവചിക്കുന്ന സാഹചര്യം നിലനിൽക്കെ പിന്നെ എങ്ങനെ BJP ഇടതുമുന്നണിയെ മറികടന്ന് സീറ്റ് നേടുമെന്ന ചോദ്യമാണ് CPM കേന്ദ്രങ്ങൾ ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് എക്സിറ്റ് പോളിൻ്റെ വിശ്വാസ്യതയെ ഇവർ ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്ത് വരുന്നതിൻ്റെ ഒരു സാഹചര്യവും ഒരുങ്ങുന്നത്. എന്തായാലും കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വം പ്രധാനമായും LDFും UDFും എക്സിറ്റ് പോളിനെ തള്ളിക്കൊണ്ട് നിലപാടെടുക്കുകയാണ്. പക്ഷേ ആശങ്കയുണ്ടാക്കുന്ന കൃത്യമായ കണക്കെടുക്കാൻ കഴിയാത്ത സാഹചര്യം സംസ്ഥാനത്തുണ്ട്. അത് പൊതുവിൽ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ വസ്തുതയുണ്ട്. നമുക്കറിയാം എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നതിന് ശേഷം ഈ നിലവിലെടുത്ത കണക്കുകളിൽ എത്രമാത്രം കൃത്യത ഉണ്ടാകുമെന്നൊരു പുതിയ ആശങ്ക ഇവർക്കുണ്ടാവുന്നുണ്ട്. കാരണം കേരളത്തിൻ്റെ വോട്ടിംഗ് പാറ്റേണിൽ BJPയുടെ കടന്നുവരവ് അതിൻ്റെ സാധ്യത എല്ലാ എക്സിറ്റ് പോളുകളും ഒരുപോലെ പ്രവചിക്കുന്നുണ്ട്. അത് ആർക്ക് നഷ്ടമുണ്ടാക്കുമെന്ന ചോദ്യമാണ് ഉണ്ടാവുന്നത്. 1 മുതൽ 3 സീറ്റ് വരെ BJP നേടാമെങ്കിൽ ആ നഷ്ടം ആർക്കായി മാറുമെന്ന ചോദ്യം കൂടി ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് തൃശ്ശൂർ പോലെയുള്ള മണ്ഡലങ്ങളിൽ ഇതിനകം തന്നെ രാഷ്ട്രീയ വിവാദം പുതിയൊരു അർത്ഥത്തിലേക്ക് മാറിയിട്ടുമുണ്ട്. കാരണം K. മുരളീധരൻ്റെ പ്രസ്താവന ശ്രദ്ധേയമാണ്. അദ്ദേഹം പറഞ്ഞത് 2ാം സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ BJP തൃശ്ശൂരിൽ ഒരു നേട്ടമുണ്ടാക്കിയാൽ അതിൻ്റെ ഉത്തരവാദി പിണറായി വിജയനാകും എന്ന രാഷ്ട്രീയ നിലപാടെടുത്തിട്ടുണ്ട്. AK ബാലൻ അതിന് മറുപടി നൽകുന്നത് തങ്ങൾക്കതിന് ഉത്തരവാദിത്വമില്ല, അങ്ങനെയെങ്കിൽ അത് കോൺഗ്രസ് തന്നെ അതിന് മറുപടി പറയേണ്ടി വരും. സജിത്, രസകരമായ പ്രതികരണം. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് UDFിൻ്റെയും LDFിൻ്റെയും നേതാക്കളിൽ നിന്നാണ്. BJPക്ക് കേരളത്തിൽ നഷ്ടപ്പെടാനൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അത്തരത്തിലുള്ള പ്രതികരണങ്ങളില്ല. പക്ഷേ UDFിൻ്റെയും LDFിൻ്റെയും നേതാക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോഴേ ആരോപണങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞു. സജിത്തിലേക്ക് വരാം. കിരൺ ബാബു, ദേശീയ തലത്തിൽ എല്ലാ എക്സിറ്റ് പോളുകളും ഈ മുൻപൊക്കെ ചിലതിലെങ്കിലും വലിയ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാറുള്ളതാണ്. പക്ഷേ ഒരേ രീതിയിൽ തന്നെ ഇത്തരത്തിൽ ഒരു പ്രവചനം നടത്തിയത് അതിനെ മറ്റൊരു രീതിയിൽ ഇന്ത്യ സഖ്യം കാണുകയാണല്ലോ. ഇന്ന് ജയറാം രമേശിൻ്റെ പ്രതികരണം അതിലെടുത്തു പറയേണ്ടതാണ്. അദ്ദേഹം പറയുന്നത് ഇതൊരു സൈക്കോളജിക്കൽ മൂവ് ആണെന്നാണ്. ഈ കൗണ്ടിംഗ് ഡേയിൽ ഈ ഇന്ത്യ സഖ്യത്തിനെതിരെ നടത്തുന്ന അല്ലെങ്കിൽ അവരുടെ അണികൾക്കുണ്ടാകാൻ പോകുന്ന ഒരു പിന്നോട്ടടി അത് ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ് ഇങ്ങനെ ഒരു എക്സിറ്റ് പോൾ എന്നാണല്ലോ. എന്താണ് ഇന്ത്യ സഖ്യം ഇതുവഴി ഉദ്ദേശിക്കുന്നത്? ഒരു മനസ്സിലെങ്കിലും അവർക്ക് പിന്നോട്ട് പോകുമെന്നുള്ള ഒരു തോന്നൽ ഉണ്ടാക്കുന്നതാണല്ലോ ഇത്.
മഞ്ജുഷ, പുറത്തു വന്ന എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും NDAക്ക് വിജയം അല്ലെങ്കിൽ ആധികാരിക വിജയം തന്നെ നൽകുന്നതാണ്. ഒരു എക്സിറ്റ് പോൾ പോലും ഏതെങ്കിലും തരത്തിലൊരു നേരിയ വിജയം അല്ലെങ്കിൽ വിജയത്തിന് അടുത്തൊരു സീറ്റോ ഒരു എക്സിറ്റ് പോളും ഇന്ത്യ മുന്നണിക്ക് നൽകുന്നില്ല. പക്ഷേ ഇന്ത്യ മുന്നണിയിലെ പ്രധാനപ്പെട്ട നേതാക്കളാകെ എക്സിറ്റ് പോളുകളെ അപ്പാടെ തള്ളിക്കളയുക തന്നെയാണ്. നേരത്തെ മഞ്ജുഷ് പറഞ്ഞതുപോലെ ജയറാം രമേശ് പറഞ്ഞത് ജൂൺ 4-ന് സ്ഥാനമൊഴിയാൻ പോകുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഗൂഢാലോചനയാണിത്. ഇതൊരു സൈക്കോളജിക്കൽ മൂവാണ്. ഈ തെരഞ്ഞെടുപ്പ് വോട്ടിംഗ് ദിവസത്തിലേക്ക് അണികളെയൊക്കെ ദുർബലമാക്കാൻ വേണ്ടിയുള്ള അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയിലെ പാർട്ടികളെ ദുർബലമാക്കാൻ വേണ്ടിയുള്ള ഒരു സൈക്കോളജിക്കൽ മൂവ് മാത്രമാണിത്. ഫലം മറിച്ചാവും എന്ന് അദ്ദേഹം ആത്മവിശ്വാസത്തോടുകൂടി പറയുന്നു. ഈ എക്സിറ്റ് പോളുകളെ കുറിച്ച് പ്രതികരിച്ച ഇന്ത്യ മുന്നണിയിലെയും കോൺഗ്രസിലെയും പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും തന്നെ എക്സിറ്റ് പോൾ ഫലങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ്. ആരെങ്കിലും ഏതെങ്കിലും ഒരു നേതാവ് ഇങ്ങനെയും ഫലം വന്നേക്കാം എന്ന് പറയുന്നില്ല എന്ന് മാത്രമല്ല, അവർ ഉറപ്പിച്ചു തന്നെ പറയുന്നു. ശിവസേനയുടെ MP രാജ്യസഭാംഗം സഞ്ജയ് റാവത്ത് ആണെങ്കിൽ ഇതിനെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ട് 295 മുതൽ 310 വരെ സീറ്റുകൾ നേടിക്കൊണ്ട് ഇന്ത്യ മുന്നണി അധികാരത്തിലേറും എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു. മഹാരാഷ്ട്രയിലടക്കം 35 സീറ്റുകൾ വരെ ഇന്ത്യ മുന്നണി നേടും എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു. UPയിൽ 35 സീറ്റുകൾ ഇന്ത്യ മുന്നണി നേടുമെന്നും ബീഹാറിൽ 16 സീറ്റുകൾ വരെ ലാലു പ്രസാദ് യാദവിന്റെ RJD നേടും എന്നെല്ലാം അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നുണ്ട്. അങ്ങനെ ഇന്ത്യ മുന്നണിയിലെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വിശകലന വിദഗ്ധരായ പ്രശാന്ത് കിഷോർ പ്രധാനമായും പറയുന്നത് NDAക്ക് വിജയമുണ്ടാകും. കഴിഞ്ഞ തവണ ഏറ്റവും അവസാനത്തെ അദ്ദേഹത്തിന്റെ പ്രവചനം അനുസരിച്ച് കഴിഞ്ഞ തവണ നേടിയ 303 സീറ്റുകൾ BJPക്ക് നേടും. അത് 320 വരെ കൂടാൻ സാധ്യതയുണ്ട്. പക്ഷേ ഒരു കാരണവശാലും നരേന്ദ്രമോദി പറയുന്നത് പോലെ അത് 400-ലേക്കോ എത്തില്ല. 370 എന്ന കണക്കിൽ പോലും ഒരു കാരണവശാലും എത്തില്ല. പരമാവധി സീറ്റുകൾ 320 ആണ്. 320 സീറ്റുകൾ നേടിയാൽ അവർക്ക് അനായാസമായി അധികാരത്തിലേറാം എന്ന് പറയുന്നു. യോഗേന്ദ്ര യാദവിന്റെ കണക്കുകൾ പക്ഷേ അല്പം വ്യത്യസ്തമാണ്. യോഗേന്ദ്ര യാദവ് ഒറ്റയ്ക്ക് BJPക്കോ അല്ലെങ്കിൽ NDAക്കോ ഭൂരിപക്ഷം നേടാനുള്ള സാധ്യത കുറവാണ് എന്ന് തന്നെ അദ്ദേഹം പറയുന്നു. BJPക്ക് പരമാവധി നേടാൻ കഴിയുന്ന സീറ്റുകൾ 230 ആണ് അദ്ദേഹം പറയുന്നത്. ആ 230 സീറ്റുകളാണ് BJPക്ക് നേടുന്നതെങ്കിൽ BJPയുടെ ഒപ്പമുള്ള കക്ഷികൾ, BJPക്ക് പ്രധാനമായും NDAയിൽ ഒരു കക്ഷി മാത്രമാണ് ഉള്ളത്, TDP മാത്രമാണ് അങ്ങനെ ഒരു വലിയ കക്ഷി അല്ലെങ്കിൽ കൂടുതൽ വോട്ട് നേടും എന്ന് സീറ്റുകൾ നേടാൻ സാധ്യതയുള്ള കക്ഷി എന്ന് പറയുന്നത്. മറ്റൊന്ന് മഹാരാഷ്ട്രയിൽ നിന്ന് ശിവസേനയിലെ ഷിൻഡെ വിഭാഗവും അല്ലെങ്കിൽ NCPയിലെ അജിത് പവാർ വിഭാഗമൊക്കെയാണ്. അങ്ങനെ അല്ലാതെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് വലിയ സീറ്റുകൾ നേടാൻ കഴിയുന്ന അങ്ങനെ വലിയ പാർട്ടികളൊന്നും തന്നെ BJPക്കൊപ്പമില്ല. ഈ പാർട്ടികൾക്കെല്ലാം ഏറ്റവും മികച്ച പെർഫോമൻസ് വന്നാൽ പോലും 35-40 സീറ്റുകൾ വരെ മാത്രമേ നേടാൻ സാധ്യതയുള്ളൂ എന്നും അദ്ദേഹം പറയുന്നു. അങ്ങനെയാണെങ്കിൽ കേവല ഭൂരിപക്ഷത്തിന് അടുത്ത് എത്താൻ മാത്രമേ അല്ലെങ്കിൽ അതിന് തൊട്ടു താഴെ നിൽക്കാൻ മാത്രമേ NDAക്ക് ഉണ്ടാവൂ എന്നും അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും അവരാരും തന്നെ ഇന്ത്യ മുന്നണിക്ക് അങ്ങനെ ഒരു വിജയം ഉറപ്പാണ് എന്ന് പറയുന്നില്ല. ആകെ പ്രതീക്ഷിക്കാൻ കഴിയുന്നത് ഈ എക്സിറ്റ് പോളുകളിലും തെരഞ്ഞെടുപ്പ് വിശകലന വിദഗ്ധരുടെ അഭിപ്രായങ്ങളിലും യോഗേന്ദ്ര യാദവിന്റെ അഭിപ്രായത്തിൽ മാത്രമാണ് ഇന്ത്യ മുന്നണിക്ക് ഒരു ചെറിയ തരത്തിലെങ്കിലും പ്രതീക്ഷയുള്ളത്. ശരി സജിത്ത്, കേരളത്തിലേക്ക് വരികയാണെങ്കിൽ തൃശ്ശൂരും തിരുവനന്തപുരവും അല്ലാതെ ഒരു മണ്ഡലം കൂടി ഈ കടുത്ത പോരാട്ടങ്ങളുടെ പട്ടികയിലേക്ക് അല്ലെങ്കിൽ BJPക്ക് വിജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളുടെ പട്ടികയിലേക്ക് വന്നിരിക്കുകയാണല്ലോ ഈ എക്സിറ്റ് പോളുകൾ വന്നതിന് ശേഷം. ആറ്റിങ്ങൽ, ഇതിനെ ഏത് രീതിയിലാണ് രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോൾ കാണുന്നത്? ഇതേക്കുറിച്ചുള്ള പ്രതികരണങ്ങൾ വന്നിട്ടുണ്ടോ നേതാക്കളിൽ നിന്ന്? ആറ്റിങ്ങൽ ആരും അംഗീകരിക്കുന്നില്ല ഈ തരത്തിൽ BJPക്ക് വിജയ സാധ്യതയുണ്ട് എന്നത്. ഇളമരം കരീം അടക്കമുള്ള CPMന്റെ നേതാക്കൾ രാവിലെ തന്നെ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടുണ്ട്. അത് കണക്കിലെ പിശകാണ്. തങ്ങൾ ഒരു തരത്തിലും അത് BJP പോലും പ്രതീക്ഷിക്കുന്ന സീറ്റല്ല. K മുരളീധരനും സമാനമായ നിലപാടെടുത്തിട്ടുണ്ട്. അത് മുരളീധരൻ പോലും വിശ്വസിക്കുന്നുണ്ടാവില്ല ആറ്റിങ്ങലിൽ വിജയസാധ്യതയുണ്ട് എന്ന എക്സിറ്റ് പോൾ ഫലത്തിൽ എന്നതാണ് അങ്ങനെ അവരുടെ പ്രതികരണം. അതുകൊണ്ട് ഇടതു വലതു കേന്ദ്രങ്ങളിൽ ആറ്റിങ്ങലിലെ BJPയുടെ സാധ്യതയെ ഒരുപോലെ തള്ളുന്നു എന്നതാണ്. ഇതിൽ ശ്രദ്ധേയമാവുന്നത് തുഷാർ വെള്ളാപ്പള്ളിയുടെ പ്രതികരണം കൂടി ഇതിൻ്റെ ശ്രദ്ധേയമാണ്. കോട്ടയമാണ് ഈ സാധ്യത പട്ടികയിലുള്ള മറ്റൊരു മണ്ഡലം എന്നതാണ് അദ്ദേഹത്തിൻ്റെ അവകാശവാദം. എന്തായാലും 3 സീറ്റുകൾ വരെ ലഭിച്ചേക്കാം എന്ന് പറയുമ്പോൾ തിരുവനന്തപുരവും തൃശ്ശൂരിനും അപ്പുറം അത് പത്തനംതിട്ടയാണോ ആറ്റിങ്ങലാണോ അതല്ല ഇനി കോട്ടയമാണോ, അങ്ങനെ ഒരു സസ്പെൻസ് നിലനിർത്തിയാണ് BJP കേന്ദ്രങ്ങളിൽ ചർച്ച നടക്കുന്നത്. മറ്റൊരു പ്രത്യേകത കൂടിയുള്ളത് മഞ്ജുഷ്, ഇന്ന് ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ, അതായത് BJPക്ക് പൊതുവിൽ സാധ്യത ഏറ്റവും അധികം കൽപ്പിച്ച ഒരു എക്സിറ്റ് പോൾ ഫലമാണ് സമീപകാലത്ത് പുറത്തു വന്നതെങ്കിൽ കൂടിയും BJPയുടെ സംസ്ഥാന നേതാക്കളിലെ ആരും ഈ വിഷയത്തിൽ ഇതുവരെയും പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. K സുരേന്ദ്രൻ്റെ പ്രതികരണത്തിന് രാവിലെ നമ്മൾ ന്യൂസ് 18 സംഘം അടക്കം ശ്രമിച്ചതാണ്. പക്ഷേ പ്രതികരണത്തിനില്ല എന്നതാണ് K സുരേന്ദ്രൻ ഈ വിഷയത്തിൽ എടുത്തിരിക്കുന്ന നിലപാട്. ഒരുപക്ഷേ BJP കരുതലോടെ ഈ വിഷയത്തിൽ പ്രതികരിക്കുക എന്ന അവരുടെ തീരുമാനമായിരിക്കാം. അതല്ലെങ്കിൽ അവർ അവിശ്വസനീയമായ ഒരു എക്സിറ്റ് പോൾ സാധ്യതകൾ തങ്ങൾക്ക് അനുകൂലമായി വന്നത് എങ്ങനെ നിലപാടെടുക്കണമെന്ന ഒരു ആശയക്കുഴപ്പം അവർക്കുണ്ടായിരിക്കാം. ശരി സജിത്ത്, ശരി കിരൺ ബാബു. എന്നാലും എക്സിറ്റ് പോൾ ചർച്ചകളാണ്
ചർച്ചകളാണ് എങ്ങും നടക്കുന്നത്. സ്ഥാനാർത്ഥികളും ഇതേക്കുറിച്ച് കൃത്യമായിട്ട് തന്നെ പ്രതികരിക്കുന്നുമുണ്ട്. UDF-ന്റെയും LDF-ന്റെയും നേതാക്കൾ പ്രധാനമായിട്ടും കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കില്ല, ഈ നിലപാടാണ് എടുത്തിരിക്കുന്നത്. ഷാഫി പറമ്പിലും ഇതേക്കുറിച്ച് പ്രതികരിക്കുകയുണ്ടായി. വടകരയിലെ UDF സ്ഥാനാർത്ഥി അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. യഥാർത്ഥ ജനവിധിയാണ് നമ്മളൊക്കെ കാത്തിരിക്കുന്നത്. അതല്ല, ഒരിക്കലും തോന്നുന്നില്ല കേരളത്തിൽ BJPക്ക് 3 സീറ്റ് വരെയൊക്കെ പ്രവചിക്കുന്ന അതാണ് അവരുടെ ഒരു പാറ്റേൺ എങ്കിൽ ആ പാറ്റേൺ തന്നെയാവും രാജ്യമെമ്പാടും സ്വീകരിച്ചിട്ടുണ്ടാവുമോ എന്ന് അറിഞ്ഞുകൂടാ. അപ്പൊ അതങ്ങനെ അത്ര ഒരു ഫിറ്റിംഗ് ആയിട്ട് തോന്നുന്നില്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് മികച്ച വിജയം ഉണ്ടാവും എന്നുള്ളത് ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. 20 സീറ്റിലും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയാവുന്ന രാഷ്ട്രീയ സാഹചര്യം കേരളത്തിലുണ്ട് എന്നുള്ളത് ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. കംഫർട്ടബിൾ ആയിട്ടുള്ള വിജയം വടകരയിൽ ഉണ്ടായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കോട്ടയത്തെ UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് തന്റെ വിജയം ഉറപ്പാണെന്ന് പറയുകയാണ്. അദ്ദേഹം ന്യൂസ് 18-നുമായി സംസാരിച്ചു. തെരഞ്ഞെടുപ്പ് ഫലം വരാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കിയെന്ന് തന്നെ പറയാം. എന്നോടൊപ്പമുള്ളത് കോട്ടയത്തെ UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജാണ്. എന്താണ് ഈ അവസാന മണിക്കൂറുകളിലെ ഒരു പ്രതീക്ഷ? തുടക്കം മുതൽ ഇപ്പോൾ അവസാനം വരെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതീക്ഷ തന്നെയാണ്. കോട്ടയത്ത് UDF വിജയിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ആശങ്കയില്ല, പരാജയപ്പെടുമെന്നുള്ളൊരു ആശങ്കയില്ല. അപ്പുറത്ത് കേരള കോൺഗ്രസ് എമ്മും വലിയ വിജയപ്രതീക്ഷ പങ്കുവെക്കുന്നുണ്ട്. സ്വാഭാവികമായും ഇപ്പോൾ മത്സരിക്കുന്നവർക്ക് എല്ലാവർക്കും വിജയിക്കണമെന്നാണല്ലോ. അപ്പോൾ അവരങ്ങനെ പ്രതീക്ഷിക്കുകയും അല്ലെങ്കിൽ ആശിക്കുകയും ഒന്നും ചെയ്യുന്നതിൽ ഒരു തെറ്റും പറയാനില്ല. സ്വാഭാവികമായിട്ടും അവരും പ്രവർത്തിച്ചിട്ടുണ്ട്, അവർക്കും വിജയപ്രതീക്ഷ ഉണ്ടാകാം. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, UDF-നെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളും വിലയിരുത്തുമ്പോൾ ഇന്നത്തെ ദേശീയ രാഷ്ട്രീയം, ഇന്നത്തെ സംസ്ഥാന രാഷ്ട്രീയം, അതിൽ തന്നെ ഈ 2 ഗവൺമെൻറ്റുകളുടെയും പ്രവർത്തനത്തെ സംബന്ധിച്ചുള്ള ജനങ്ങളുടെ എതിർപ്പ്, UDF പ്രതിപക്ഷം എന്നുള്ള നിലയിൽ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ള ഒട്ടേറെ വിഷയങ്ങൾ, ഈ കാര്യങ്ങളിലെല്ലാം ജനങ്ങൾ വളരെ അനുകൂലമായി പ്രതികരിച്ചിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തന കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞതും വിലയിരുത്താൻ കഴിഞ്ഞതും അതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും UDF കേരളത്തിലെ 20 പാർലമെൻറ്റ് മണ്ഡലങ്ങൾ, കോട്ടയത്ത് മാത്രമല്ല 20 മണ്ഡലങ്ങളിലും വിജയിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഈ ഒരുപാട് വോട്ട് കുറഞ്ഞ മണ്ഡലങ്ങളിലൊന്നാണ് കോട്ടയം. അത് ബാധിക്കുമോ? അതിപ്പോൾ വോട്ട് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിന് പല കാരണങ്ങളുണ്ട്. അതെന്താണെന്നുള്ളത് കൃത്യമായി വിലയിരുത്തണമെങ്കിൽ റിസൾട്ട് വരണം. ഏതൊക്കെ ബൂത്തിൽ അല്ലെങ്കിൽ ഏതൊക്കെ മേഖലകളിലാണ് വോട്ട് കൃത്യമായി കുറഞ്ഞിട്ടുള്ളത്. എല്ലായിടത്തും കുറവ് വന്നിട്ടുണ്ട്. ഒരു പ്രധാനപ്പെട്ട കാരണം പറയുന്നത് നമ്മുടെ ഒട്ടേറെ വോട്ടർമാർ നാട്ടിലില്ല എന്നുള്ളതാണ്. ഓരോ ബൂത്തിലും 10-100 വോട്ടുകൾ കുറവ് വന്നിട്ടുണ്ട്. ചെറുപ്പക്കാരെല്ലാവരും തന്നെ വിദേശത്തേക്ക് ജോലിയോ പഠനത്തിനോ ഒക്കെ ആയിപ്പോയി. ആ വോട്ടുകളൊന്നും തന്നെ ലിസ്റ്റിൽ നിന്ന് മാറ്റപ്പെട്ടിട്ടില്ല. ഇവിടെ മരണപ്പെട്ടു പോയ ആളുകളുടെ പേരുകൾ പോലും നീക്കം ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ വോട്ട് കുറവ് എന്നുള്ളത് ഒരു വലിയ ഒരു ഇതായി തോന്നാം. പക്ഷേ കുറവ് എല്ലാ സ്ഥലത്തും വന്നിട്ടുണ്ടെന്നാണ്, എല്ലാ മേഖലയിലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു പ്രത്യാഘാതം എന്താണെന്നുള്ളത് കൃത്യമായി വോട്ടെണ്ണിയാൽ മാത്രമേ മനസ്സിലാവൂ. എത്ര ഭൂരിപക്ഷം എന്നൊരു കണക്കുകൂട്ടലുണ്ടോ? അങ്ങനെ കണക്ക് കൂട്ടുന്നില്ല. ഒരു മാന്യമായ രീതിയിലുള്ള ഒരു വിജയം ഉണ്ടാകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഭൂരിപക്ഷം ഒരു വലിയ പ്രശ്നമായി ഞാൻ കാണുന്നില്ല. തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്നുള്ളതാണ്. വലിയ ഭൂരിപക്ഷം നേടി മറ്റുള്ളവരെയൊക്കെ നിലംപരിശാക്കുക എന്നുള്ള അവകാശവാദമൊന്നുമില്ല. അതിൻ്റെ ഒന്നും കാര്യമില്ല. നമ്മൾ വിജയിച്ചാൽ വലിയ ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ വലിയ ഉത്തരവാദിത്വമാണ് ജനങ്ങൾ നൽകുന്നത്. വലുതാണെങ്കിലും ചെറുതാണെങ്കിലും വലിയൊരു ഉത്തരവാദിത്വമാണ് നമ്മൾ ഏൽക്കാൻ പോകുന്നത്. അത് നല്ല നിലയിൽ നടത്തുക, ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ, കുറ്റമറ്റ രീതിയിൽ പ്രവർത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത്. എന്തായാലും ഭൂരിപക്ഷം എത്ര എന്നുള്ളതല്ല, അതിനപ്പുറത്തേക്ക് വിജയം ഉറപ്പ് എന്ന് തന്നെയാണ് ഫ്രാൻസിസ് ജോർജ് പറയുന്നത്. കോട്ടയത്ത് നിന്ന് G. ശ്രീജിത്ത്, ന്യൂസ് 18. ആലത്തൂരിലെ UDF സ്ഥാനാർത്ഥിയായ രമ്യ ഹരിദാസും എക്സിറ്റ് പോളുകളെ കുറിച്ച് പ്രതികരിക്കുകയുണ്ടായി. 20 സീറ്റിലും UDF ജയിക്കുമെന്നാണ് രമ്യ ഹരിദാസിന്റെ ആത്മവിശ്വാസം. വലിയ ആവേശത്തോട് കൂടിയിട്ട് ആ റിസൾട്ട് അറിയാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് ആലത്തൂരിലെ പാർട്ടി പ്രവർത്തകരും മുന്നണി പ്രവർത്തകരും. അതോടൊപ്പം തന്നെ ആലത്തൂരിലെ എന്നെ ഹൃദയത്തിലേറ്റി കൊണ്ടു നടക്കുന്ന എൻ്റെ ജനങ്ങളും. അത് വലിയ ആവേശത്തോടു കൂടി ഐക്യജനാധിപത്യ മുന്നണിക്കൊപ്പം അവരെല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്ന വോട്ടുകളുടെ വിവരം അറിയാൻ ആലത്തൂരുകാർ വലിയ ആവേശത്തോടു കൂടി കാത്തു നിൽക്കുകയാണ്. അത് വിജയത്തിലേക്കുള്ള യാത്ര തന്നെയാണ് എന്ന് ഉറപ്പിച്ചു പറയാൻ സാധിക്കും. ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുക, കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങളെല്ലാം ആഗ്രഹിക്കുന്നത്, ഇന്ത്യ രാജ്യത്ത് ജനങ്ങൾ ആഗ്രഹിക്കുന്ന സാധാരണക്കാരന് ഗുണപ്രദമുള്ള പദ്ധതികൾ, ക്ഷേമ പദ്ധതികൾ ആവിഷ്കരിക്കണമെങ്കിൽ അത് കോൺഗ്രസിനാണ് സാധിക്കുക, അത് ഇന്ത്യ മുന്നണിക്കാണ് സാധിക്കുക എന്നുള്ളത് ജനങ്ങൾക്കറിയാം. ഇപ്പോൾ കാർഷിക മേഖലയിൽ നിങ്ങൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇപ്പോൾ പാലക്കാട് ജില്ല ഉൾക്കൊള്ളുന്ന ഇന്ത്യയിലെ എല്ലാ പ്രദേശത്തെയും കർഷകരുടെ ഒരു അവസ്ഥ, സാഹചര്യം എന്തായിരുന്നു എന്നുള്ളതൊന്നും ജനം മറന്നിട്ടില്ല. അപ്പം അതുകൊണ്ട് ഉറപ്പിച്ചു
എന്നാൽ എക്സിറ്റ് പോളുകളെ തള്ളിക്കളയുകയാണ് കോഴിക്കോട്ടെ LDF സ്ഥാനാർത്ഥിയായ എളമരം കരീം. വിശ്വാസയോഗ്യമല്ല എക്സിറ്റ് പോളുകൾ എന്നാണ് എളമരത്തിന്റെ അഭിപ്രായം. എക്സിറ്റ് പോളുകൾക്ക് ശാസ്ത്രീയമായ അടിസ്ഥാനമില്ലെന്ന് അദ്ദേഹം പറയുന്നു. LDFന് ഒരു സീറ്റ് പോലും കിട്ടില്ല എന്ന് പറയുന്നത് ചിലരുടെ ആഗ്രഹം മാത്രമാണെന്നും BJP കേരളത്തിൽ അക്കൗണ്ട് തുറക്കുകയില്ല എന്നും എളമരം കരീം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. നമുക്കൊപ്പം ഇടതു നേതാവും കോഴിക്കോട് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയുമായ ശ്രീ എളമരം കരീമാണുള്ളത്. എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇന്നലെ ഓരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ എക്സിറ്റ് പോളുകൾ അതേപടി വിശ്വസിക്കാൻ പറ്റില്ല. അതിൽ ശാസ്ത്രീയമായ അടിസ്ഥാനമൊന്നുമില്ല. ഇപ്പോൾ കേരളത്തിലെ നമ്മൾ അനുഭവം എടുത്താൽ 2021 തെരഞ്ഞെടുപ്പിൽ ചില ചാനലുകൾ നടത്തിയ എക്സിറ്റ് പോളുകൾ പൂർണ്ണമായും LDFനെതിരായി. വോട്ട് എണ്ണുന്ന ദിവസവും അവരത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവർ പരാജയപ്പെടുമെന്ന് പറഞ്ഞ ആളുകൾ ജയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കേരളത്തിൽ യാതൊരു ആത്മവിശ്വാസക്കുറവുമില്ല. കോഴിക്കോട്ട് ചില പ്രശ്നങ്ങൾ ഇപ്പം UDF സ്ഥാനാർത്ഥി തന്നെ പറയുന്നു, പാർട്ടിക്കുള്ളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. വടകരയിലെയും വയനാട്ടിലെയും ആവേശം കോഴിക്കോട് ഉണ്ടായില്ല. കോഴിക്കോട് UDFന്റെ ഒരു യോജിച്ച പ്രവർത്തനം പൊതുവിൽ ഉണ്ടായിട്ടില്ല. നേതൃത്വ തലത്തിലെ ഒരു മുന്നണിയൊക്കെയാണ്. UDF സ്ഥാനാർത്ഥിയുടെ ആശങ്കയ്ക്ക് അടിസ്ഥാനമുണ്ട്. അവർക്ക് അദ്ദേഹത്തിന് തൃപ്തികരമാകുന്ന വിധത്തിൽ കോൺഗ്രസിന്റെ പ്രവർത്തകർ പ്രവർത്തിച്ചില്ല എന്നതൊരു വസ്തുതയാണ്. എത്ര വോട്ട് വിജയമാണ് LDF കോഴിക്കോട് മണ്ഡലത്തിൽ പ്രതീക്ഷിക്കുന്നത്? എത്ര എന്ന് കൃത്യമായി എണ്ണം പറയുന്നില്ല. ഒരു 4 അക്ക നമ്പറിൽ ഭൂരിപക്ഷം ഉണ്ടാവുന്നുള്ളത് ഉറപ്പാണ്. ഇടുക്കിയിലെ UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസും എക്സിറ്റ് പോളുകളെക്കുറിച്ച് പ്രതികരിക്കുകയുണ്ടായി. 2004 എക്സിറ്റ് പോളുകൾക്ക് സംഭവിച്ചതിനെക്കുറിച്ചാണ് ഡീൻ പറഞ്ഞത്. വർദ്ധിതമായ ഭൂരിപക്ഷത്തിൽ, ഭേദപ്പെട്ട ഭൂരിപക്ഷത്തിൽ, ഞാൻ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടം മുതൽ പറഞ്ഞിട്ടുള്ളതിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. ആ ആത്മവിശ്വാസത്തിലാണ് ഇപ്പോഴും ഉള്ളത്. നമ്മുടെ 7 അസംബ്ലി നിയോജക മണ്ഡലങ്ങളിലും UDFന് ലീഡുണ്ടാവും. ഭേദപ്പെട്ട ഒരു ലീഡ് തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും അഭിമാനകരമായ ഒരു വിജയമായിരിക്കും ഇടുക്കിയിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് ഉണ്ടാവുക എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഇടുക്കിയിലെ പ്രാദേശിക വിഷയങ്ങളിലും അതോടൊപ്പം തന്നെ സംസ്ഥാന ഗവൺമെൻറ് ഈ നാടിനോട് കാണിച്ചിട്ടുള്ള വഞ്ചനാപരമായ സമീപനത്തിനും ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഒരു തിരിച്ചടി നൽകിയിട്ടുണ്ട്. UDF തിളക്കമാർന്ന വിജയം നേടുമെന്ന് എക്സിറ്റ് പോളുകൾ പ്രവചിച്ചിട്ടും എക്സിറ്റ് പോളുകളിൽ വിശ്വാസമില്ല എന്നാണ് കോഴിക്കോട്ടെ UDF സ്ഥാനാർത്ഥിയായ MK രാഘവൻ പറഞ്ഞത്. ഇന്ത്യ സഖ്യം വൻ വിജയം നേടുമെന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ എക്സിറ്റ് പോളുകൾ പുറത്തു വരുമ്പോൾ നമുക്കൊപ്പം കോഴിക്കോട് MP MK രാഘവനാണുള്ളത്. എക്സിറ്റ് പോളുകൾ പുറത്തു വന്നിരിക്കുന്നു. മോദിയുടെ ഒരു തുടർച്ചയാണ് ദേശീയ തലത്തിൽ പല എക്സിറ്റ് പോളുകളും പ്രവചിക്കുന്നത്. എങ്ങനെയാണ് ഇന്ത്യ സഖ്യത്തിന്റെ ഒരു പ്രതീക്ഷ ഈ സമയത്ത്? ഞങ്ങൾ ഇപ്പോഴും പ്രതീക്ഷയിലാണ്. എക്സിറ്റ് പോൾ എല്ലാം ശരിയാവണമെന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ പല എക്സിറ്റ് പോളും റിസൾട്ട് വരുമ്പോൾ അതെല്ലാം അതിൽ മാറ്റം വന്നു കഴിഞ്ഞിരിക്കും. അപ്പോൾ എക്സിറ്റ് പോളിനെ കുറിച്ച് പൂർണ്ണമായി നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. ഏതായാലും ഇന്ത്യ സഖ്യം ഒരു കനത്ത ഒരു മത്സരം കാഴ്ചവെച്ചു. നെക്ക് ടു നെക്കാണെന്ന് ഇപ്പോഴും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇന്ത്യ സഖ്യം തിരിച്ചു വരും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഇന്ത്യയുടെ ഹൃദയഭൂമിയിൽ, പ്രത്യേകിച്ചും നോർത്ത് ഇന്ത്യയിൽ പലയിടത്തും അവരുടെ ഒരു അപ്രമാദിത്വം നിലനിർത്തുമെന്ന് പറയുന്നു. പക്ഷേ UP അടക്കം മാറ്റം നിങ്ങൾ പ്രതീക്ഷിക്കുന്നില്ലേ? ഈ വിട്ടുവീഴ്ചകളൊക്കെ ചെയ്താണ് കോൺഗ്രസ് അടക്കം സഖ്യം രൂപീകരിക്കാൻ മുന്നോട്ട് പോയത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ അകത്ത് ഇന്ത്യ സഖ്യം ശക്തമായി എല്ലാ സംസ്ഥാനങ്ങളിലും ഒരു മത്സരം നേരിട്ടു. എക്സിറ്റ് പോളിൽ വിശ്വസിക്കുന്നില്ല എന്ന് ET മുഹമ്മദ് ബഷീർ പറയുന്നു. യഥാർത്ഥ ഫലം പുറത്തു വരട്ടെ, അപ്പോൾ പ്രതികരിക്കാമെന്നാണ് ETയുടെ നിലപാട്. പറയുന്നത് അപക്വമാണല്ലോ. ഏതായാലും 2 ദിവസം കഴിഞ്ഞാൽ റിസൾട്ട് വരാൻ പോവുകയാണ്. അതല്ലാതെ എക്സിറ്റ് പോളിൽ പുറത്തൊരു എന്താ പറയുക 2 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു റിയാക്ഷൻ പറയുന്നതിൽ അർത്ഥമില്ല. നോക്കാം, അങ്ങനെ എന്താ വരുന്നത് നോക്കിയിട്ട്. യഥാർത്ഥ ഫലം വരുന്നതിനെക്കുറിച്ച് ആകാംക്ഷയോടെയുള്ള കാത്തിരിപ്പാണ് ഇപ്പോഴെന്നാണ് ആലപ്പുഴയിലെ LDF സ്ഥാനാർത്ഥി AM ആരിഫ് പറയുന്നത്. നമ്മളെല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഫലം വരാൻ ഇനി ഒരു ദിവസം മാത്രമാണ് അവശേഷിക്കുന്നത്. സ്ഥാനാർത്ഥികളെല്ലാം കുറെ, എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പ് ഒരു തെരഞ്ഞെടുപ്പിൽ ഇത്രയും ഒരു ലാഗ് വന്നിട്ടില്ലെന്ന് തോന്നുന്നു റിസൾട്ട് വരുന്നതിന് വേണ്ടി. സ്ഥാനാർത്ഥികളെല്ലാം അതൊരു ആകാംക്ഷയും കാത്തിരിപ്പിലും ഒക്കെയാണ്. നമ്മളോടൊപ്പം ഉള്ളത് ആലപ്പുഴയിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി AM ആരിഫാണ്. ഒരു വലിയ ലാഗ് അല്ലേ? ഒരു നീണ്ട ലാഗായി പോയി. ലാഗെന്ന് പറഞ്ഞാൽ ഇത്രയും വേണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു മാധ്യമപ്രവർത്തകർക്കും നിങ്ങൾക്കും എല്ലാവർക്കും അല്ലേ നമ്മളൊരു കാത്തിരിപ്പ്, ഇത്രയും നീണ്ടൊരു കാത്തിരിപ്പ് തെരഞ്ഞെടുപ്പിന്റെ ഒരു ഫലത്തിന് വേണ്ടി. തീർച്ചയായിട്ടും. പക്ഷെ എല്ലാവരും ഓരോ സ്ഥലത്തുമൊക്കെ പോയി അത് പിന്നെ ഈ ഇത്രയും ബ്രേക്ക് ടൈം കംപ്ലീറ്റ് അവർ എൻജോയ് ചെയ്ത്.
ഞാൻ പക്ഷേ എങ്ങും പോയില്ല. ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഓരോരോ കൊച്ചു കൊച്ചു കാര്യങ്ങൾക്കും പരിപാടികൾക്കും ദുരിതാശ്വാസ ക്യാമ്പുകളിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊക്കെ പെട്ടെന്നാണ് ഇത്രയും ദിവസം തീർന്നത്. ഇങ്ങനെ ഇരിക്കുമ്പോഴേ നമ്മുടെ മനസ്സിൽ ഇപ്പൊ എല്ലാവരും ഓരോ സ്ഥലങ്ങളിലൊക്കെ പോയെന്നൊക്കെ പറഞ്ഞു, നമ്മൾ എന്തിലിരിക്കുമ്പോഴും നമ്മുടെ മനസ്സിലൊരു ഉള്ളിന്റെ ഉള്ളിലൊരു ഇതുണ്ടാവില്ലേ, വന്നിട്ടില്ലല്ലോ, എന്താവുമായിരിക്കും എന്നൊക്കെ. അല്ല, ആൻസൈറ്റി എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും മനുഷ്യ സഹജമായ ഒരു വികാരമാണ്. ആശങ്കകൾ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിങ്ങനെ എപ്പോഴും റിസൾട്ടിനെ കുറിച്ച് ചിന്തിക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടുണ്ടാവും. എന്ത് ചെയ്താലും നമ്മുടെ മനസ്സിൽ കാണില്ലേ, വന്നിട്ടില്ലല്ലോ, ഇനി അതിന് വരണമല്ലോ എന്നൊരു ചിന്ത. തീർച്ചയായിട്ടും അത് നമ്മളെ എല്ലാവരെയും സ്വാധീനിക്കും. അതൊക്കെ അങ്ങനെയൊന്നും ഇല്ല, ഞാൻ വളരെ കൂളാണെന്നൊക്കെ പറയുന്നത് കളതരാണ്. എല്ലാവരുടെ മനസ്സിലും ബാധിക്കുന്നുണ്ടാവും. 101% അല്ലെങ്കിൽ 501% ഉറപ്പുള്ള കാൻഡിഡേറ്റ് ഇപ്പോൾ ആയിരിക്കാം രാഹുൽ ഗാന്ധിയൊക്കെ ചിലപ്പം, ഒരുപക്ഷെ. എന്നിരുന്നാൽ പോലും ഒരു സ്വാഭാവികമായും പിന്നെ റിസൾട്ടിനെ കുറിച്ച് അറിയാനുള്ള ആഗ്രഹങ്ങൾ കാണും. ഓരോ സ്ഥാനാർത്ഥികളുടെയും പ്രതികരണങ്ങളാണ് കേട്ടത് എക്സിറ്റ് പോളുകളെക്കുറിച്ച്. അതേസമയം കേരളത്തിൽ LDFും UDFും ഒരേ സ്വരത്തിൽ പറയുന്നത് ഒരേ കാര്യം തന്നെയാണ്. കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കില്ല, എക്സിറ്റ് പോളുകളെ വിശ്വസിക്കേണ്ട എന്നാണ് LDFും UDFും പറയുന്നത്. അതേസമയം 1 മുതൽ 3 വരെ സീറ്റുകൾ BJP കേരളത്തിൽ നേടാമെന്നാണ് എക്സിറ്റ് പോളുകൾ പറയുന്നത്. ന്യൂസ് 18 എക്സിറ്റ് പോളിലും 1 മുതൽ 3 വരെ സീറ്റുകൾക്ക് സാധ്യതയുണ്ട് BJPക്ക് എന്നാണ് പ്രവചനം. ചില നേതാക്കളുടെ പ്രതികരണം ഈ വിഷയത്തിൽ കേൾക്കാം. ഒരു കാര്യം ഉറപ്പാണ്, കോഴിമുട്ടയുടെ ആകൃതിയിലായിരിക്കും BJPക്ക് കേരളത്തിൽ ഉണ്ടാവുക. പട്ടപൂജ്യമായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് ഒരു സംശയം അക്കാര്യത്തിലില്ല. BJP കേരളത്തിൽ അക്കൗണ്ട് തുറക്കുന്ന പ്രശ്നമില്ല. ഇന്ത്യയിൽ എന്ത് തന്നെ ഭാവിയിൽ സംഭവിച്ചാലും നരേന്ദ്രമോദിക്കും BJPക്കും കേരളത്തിൽ കാലുകുത്താൻ കഴിയില്ല. അക്കാര്യം 101% കാര്യം. അത് പച്ച നുണയാണ്, യാഥാർത്ഥ്യവുമായി ഒരു പൊരുത്തവും ഇല്ലാതാണ്. ഞങ്ങളുടെ കടയിൽ നിന്നുള്ള വോട്ടിൻ്റെ ഒരു ഇറോഷനും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോകുന്നില്ല. കോൺഗ്രസിൻ്റേത് ഉണ്ടാകും എന്നുള്ളത് ഒരാശങ്ക തൃശ്ശൂരിലുണ്ടായിട്ടുണ്ട്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം പത്മജ BJPയിലേക്ക് പോയതോടുകൂടി ഒരു വിഭാഗം കോൺഗ്രസ് മുരളിക്കെതിരായിട്ട് രംഗത്ത് വന്നു. BJPയുടെ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ജയിക്കും എന്നുള്ള ഒരു പ്രതീതി സൃഷ്ടിച്ചത്. അത് ഏതെങ്കിലും പരിസ്ഥിതിയിൽ സുരേഷ് ഗോപി ജയിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പരിപൂർണ്ണ ഉത്തരവാദിത്വം കോൺഗ്രസിന് തന്നെയായിരിക്കും. പക്ഷേ BJPക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ തൃശ്ശൂരിൽ ജയിക്കാൻ സാധിക്കുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. ഞങ്ങളുടെ കണക്ക് പ്രകാരം ജയിക്കാനും പോകുന്നില്ല. ഓക്കെ. BJP അക്കൗണ്ട് തുറക്കാനുള്ള എന്തെങ്കിലും സാധ്യതകൾ ഇത്തവണ കേരളത്തിൽ താങ്കൾ കാണുന്നുണ്ടോ? BJPക്ക് കേരളത്തിൽ ഒരു സീറ്റും കിട്ടില്ല. അത് വെറും പ്രതീക്ഷ മാത്രമാണ്. തൃശ്ശൂരും തിരുവനന്തപുരത്തുമൊക്കെ പ്രമുഖന്മാർ മത്സരിച്ചു എന്നല്ലാതെ അവിടെ ഇന്ത്യ മുന്നണിയിൽപ്പെട്ടവർ തന്നെയാണ് ജയിക്കാൻ സാധ്യത. BJPക്ക് അക്കൗണ്ട് തുറക്കാൻ ഒരു സാധ്യതയില്ല. 3 എന്ന് പറയുമ്പോൾ മൂന്നാമത്തേത് ഏതാണെന്ന് പോലും പറയാൻ എക്സിറ്റ് പോളുകാർക്കും പറ്റുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യമുള്ളൊരു മണ്ഡലവും കേരളത്തിലില്ല. അല്ല, കിട്ടാവുന്നതാണ് എന്നേ പറയുന്നുള്ളൂ. കിട്ടും എന്ന് കിട്ടി എന്ന് പറയണമെങ്കിൽ എണ്ണിക്കഴിയണ്ടേ. ഞങ്ങളങ്ങനെ വിശ്വസിക്കുന്നില്ല. UDFന് അങ്ങനെ അഭിപ്രായമില്ല. UDFും മുസ്ലിം ലീഗും ഒക്കെ മണ്ഡലം തലത്തിൽ അവരുടെ ബൂത്തിൽ നിന്ന് കിട്ടിയ കണക്കുകൾ വെച്ചാണ് വിശകലനം ചെയ്തത്. ഞങ്ങൾക്ക് അങ്ങനെ BJP കേരളത്തിൽ അക്കൗണ്ട് തുറക്കും എന്നൊരു കണക്ക് ഞങ്ങളുടെ മുമ്പിൽ വന്നിട്ടില്ല. വോട്ടെണ്ണൽ അടുത്തതോടെ കേരളത്തിൽ ഇന്ത്യ സഖ്യം തൂത്തുവാരും എന്ന നിലപാടിലേക്ക് പോലും നേതാക്കൾ എത്തുകയാണ്. BJP കേരളത്തിൽ അക്കൗണ്ട് തുറക്കില്ല എന്നാണ് നേതാക്കൾ പറയുന്നത്. എക്സിറ്റ് പോളുകൾ വന്നതിന് പിന്നാലെയാണ് നേതാക്കളുടെ ഈ പ്രതികരണം. ഡാൻ കുര്യൻ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഡാൻ, ചർച്ചകൾ ഈ വഴിയെ ഇപ്പോൾ പോവുകയാണല്ലോ. BJP കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം. BJPയുടെ നേതാക്കളെക്കാൾ ഇക്കാര്യത്തിൽ കൂടുതൽ പ്രതികരണം വരുന്നത് UDFന്റെയും LDFന്റെയും പ്രമുഖ നേതാക്കളിൽ നിന്നാണല്ലോ. എന്തുകൊണ്ടാണ് ചിത്രം ഈ ദിശയിലേക്ക് മാറിയിരിക്കുന്നത്? സ്വാഭാവികമായി എല്ലാ എക്സിറ്റ് പോളുകളും കേരളത്തിൽ വലിയ നേട്ടം UDF ഉണ്ടാക്കുമെന്ന് പറയുമ്പോഴും അതിലേറെ ചർച്ച ചെയ്യപ്പെടുന്നത് താമര കേരളത്തിൽ വിരിയും ചില മണ്ഡലങ്ങളിൽ എന്ന തരത്തിൽ എല്ലാ എക്സിറ്റ് പോൾ പ്രവചനങ്ങളും ഒരുപോലെ പറയുന്ന കാര്യമാണ്. സ്വാഭാവികമായി 1 മുതൽ 3 വരെ എന്ന് പറയുമ്പോൾ അതിൽ കൃത്യമായി എല്ലാ എക്സിറ്റ് പോളുകളിലും ഒരുപോലെ പറയപ്പെടുന്ന 2 പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ തിരുവനന്തപുരവും തൃശ്ശൂരുമാണ്. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് പ്രവർത്തകർക്കും LDF പ്രവർത്തകർക്കുമെല്ലാം ആകാംക്ഷയോടെ അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള പ്രചാരണങ്ങളുമായി ഇന്ന് തന്നെ നേതാക്കളടക്കം രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഒരുപക്ഷെ കഴിഞ്ഞ തവണത്തേതിനേക്കാൾ 19 എന്ന UDFന്റെ നില ഇതുപോലെ തന്നെ തുടർന്നാലും
ഒരു സീറ്റിലെങ്കിലും BJP വിജയിക്കുന്ന സാഹചര്യമുണ്ടായാൽ അത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ പുതിയ ചില വഴിത്തിരിവുകൾക്ക് വഴിവെക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. സ്വാഭാവികമായി നിയമസഭാ തെരഞ്ഞെടുപ്പിന് 2 വർഷം മാത്രം ബാക്കി നിൽക്കുമ്പോൾ അത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന ചലനങ്ങൾ, അടിയൊഴുക്കുകൾ ചെറുതായിരിക്കുകയുമില്ല. അത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് കോൺഗ്രസ് നേതാക്കളും LDF നേതാക്കളും ഒരുപോലെ തന്നെ അതിന്റെ ഉത്തരവാദിത്തം പഴി പരസ്പരം ചാരിക്കൊണ്ട് രംഗത്തെത്തുന്ന സാഹചര്യം, ഏതെങ്കിലും വിധേനെ താമര വിരിയുന്ന സാഹചര്യം ഉണ്ടായാൽ, BJP അക്കൗണ്ട് തുറക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അതിന്റെ കുറ്റക്കാർ LDF മാത്രമായിരിക്കുമെന്ന് പറഞ്ഞ് UDF നേതാക്കളും UDFന്റെ നിരുത്തരവാദിത്തപരമായ സംഘടനാ തലത്തിലെ ദൗർബല്യം മൂലം സംഭവിച്ച ഒരു പിഴവായിരിക്കും BJP കേരളത്തിൽ അക്കൗണ്ട് തുറക്കുന്ന സാഹചര്യം എന്ന് പറഞ്ഞ് LDF നേതാക്കളും രംഗത്തെത്തേണ്ടത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, വസ്തുതാപരമായി വിലയിരുത്തുമ്പോൾ BJP നേതാക്കൾക്ക് പോലും 3 സീറ്റുകളിൽ വിജയിക്കാനാകുമെന്ന തരത്തിലൊരു വിലയിരുത്തലിലേക്ക് യാഥാർത്ഥ്യബോധത്തോടെ മുതിർന്ന നേതാക്കൾ ആരും രംഗത്തെത്തിയിട്ടില്ല. ഒരുപക്ഷെ ചർച്ചകളിൽ സ്വന്തം പാർട്ടിയെ പ്രതിനിധീകരിക്കുന്നതിന്റെ ഭാഗമായി പാർട്ടിക്ക് അനുകൂലമായി പറയുമെങ്കിലും ഓഫ് റെക്കോർഡിലൊക്കെ സംസാരിക്കുമ്പോൾ അവർക്ക് അങ്ങനെ ഒരു സാധ്യതകളെ പറ്റി ആരും പറയുന്നില്ല. പരമാവധി 1 മുതൽ 2, ഇതിനപ്പുറത്തേക്ക് 3ാമതൊരു സീറ്റിനെ കുറിച്ച് അവർ സ്വപ്നം പോലും കാണുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും സംസ്ഥാനത്ത് BJPക്ക് അങ്ങനെ ഒരു നേട്ടം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായാൽ കെ സുരേന്ദ്രൻ അത് വ്യക്തിപരമായ ഒരു നേട്ടം കൂടിയായി മാറുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. എന്തായാലും ഈ ചർച്ചകൾ ഇപ്പോൾ പുതിയ വഴിയിലേക്ക് മാറിയിരിക്കുകയാണ്. BJP കേരളത്തിൽ അക്കൗണ്ട് തുറക്കും എന്നുള്ള എക്സിറ്റ് പോൾ ഫലങ്ങളെക്കുറിച്ചുള്ള പ്രതികരണമാണ് ഇപ്പോൾ LDFന്റെയും UDFന്റെയും നേതാക്കൾ പ്രധാനമായും നൽകുന്നത്. ഇന്ത്യ സഖ്യം കേരളം തൂത്തുവാരും എന്നുള്ള രീതിയിലുള്ള പ്രതികരണമാണ് UDFന്റെയും LDFന്റെയും പ്രമുഖ നേതാക്കളിൽ നിന്ന് ഉണ്ടാകുന്നത്. അരുണാചൽ പ്രദേശിൽ ഇന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ വോട്ടെണ്ണലായിരുന്നു. ഒപ്പം സിക്കിമിലും ഇന്ന് വോട്ടെണ്ണൽ നടന്നു. അരുണാചൽ പ്രദേശിൽ BJPയും സിക്കിമിൽ SKMഉം വീണ്ടും അധികാരത്തിലേക്ക് എത്തുകയാണ്. അരുണാചലിൽ BJP 48 സീറ്റുകൾ നേടി ഭരണം ഉറപ്പിക്കുകയാണ്. സിക്കിമിൽ 32 സീറ്റിൽ 31 സീറ്റും നേടിയാണ് SKMന്റെ വൻ വിജയം. മുൻ മുഖ്യമന്ത്രി പവൻകുമാർ ചാംലിംഗ് 2 മണ്ഡലങ്ങളിലും തോറ്റു. അരുണാചൽ പ്രദേശിൽ BJPയും സിക്കിം ക്രാന്തി മോർച്ചയും ഈ 2 പേരും ഭരണം നിലനിർത്തിയിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ ER രാഗേഷ് ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന്. ER, 2ഇടത്തും ഭരിക്കുന്ന പാർട്ടി തന്നെ വലിയ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തുന്ന കാഴ്ചയാണല്ലോ. അരുണാചലിലാകട്ടെ നേരത്തെ 10 സീറ്റിൽ എതിരില്ലാതെ തന്നെ BJP MLAമാർ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. അങ്ങനെ 60-ൽ ഒടുവിലത്തെ കണക്ക് വരുമ്പോൾ 50 സീറ്റുകൾ എങ്കിലും BJP അക്കൗണ്ടിലാകുമോ? സിക്കിമിൽ 1 സീറ്റ് മാത്രമാണല്ലോ ഭരണകക്ഷിക്ക് നഷ്ടമാകുന്നത്. അതെ മഞ്ജുഷ്, അരുണാചൽ പ്രദേശിലും ഒപ്പം തന്നെ സിക്കിമിലും വമ്പൻ വിജയം നേടിയിരിക്കുകയാണ് ഭരണകക്ഷികൾ. ആദ്യം അരുണാചലിലെ കണക്കുകൾ പരിശോധിക്കാം. അരുണാചൽ പ്രദേശിൽ 60-ൽ 50 സീറ്റുകളാണ് വോട്ടെടുപ്പ് നടന്നത്. കാരണം മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രി അടക്കം 10 പേർ എതിരില്ലാതെ തന്നെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. ഇപ്പോൾ 60 സീറ്റുകളുടെ കണക്ക് പരിശോധിക്കുമ്പോൾ 46 സീറ്റുകളിൽ BJP സ്ഥാനാർത്ഥികൾ വിജയിക്കുകയോ അല്ലെങ്കിൽ ലീഡ് ചെയ്യുകയോ ചെയ്യുന്നു. തൊട്ട് പിന്നിലുള്ളത് NPP ആണ്. NPPക്ക് 5 സീറ്റുകളിൽ മാത്രമാണ് വിജയിക്കാൻ സാധിച്ചിട്ടുള്ളത്. NCP 3 സീറ്റുകളിൽ വിജയിച്ചിട്ടുണ്ട്. പീപ്പിൾസ് പാർട്ടി ഓഫ് അരുണാചൽ 2 സീറ്റ് അവർ നേടിയിട്ടുണ്ട്. സ്വതന്ത്രർ 3 സീറ്റ് നേടിയിട്ടുണ്ട്. അതാണ് അരുണാചലിലെ കക്ഷിനില. അങ്ങനെ അരുണാചൽ പ്രദേശ് വീണ്ടും BJP ഭരിക്കുകയാണ്. സിക്കിമിലേക്ക് വരികയാണെങ്കിൽ സിക്കിമിൽ ഒരു ഏകപക്ഷീയമായ വിജയം തെരഞ്ഞെടുപ്പാണ് നടന്നതെന്ന് പറയാം. കാരണം ഭരണകക്ഷിയായ SKM 32-ൽ 31 സീറ്റുകൾ വിജയിക്കുമ്പോൾ മുഖ്യ പ്രതിപക്ഷമായ SDFന് സിക്കിം ഡെമോക്രാറ്റിക് ഫ്രണ്ടിന് 1 സീറ്റിൽ മാത്രമാണ് വിജയിക്കാൻ സാധിച്ചിട്ടുള്ളത്. കഴിഞ്ഞ തവണയാണ് SDFന് 25 വർഷത്തെ ഭരണം നഷ്ടപ്പെടുന്നത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ദീർഘകാലം മുഖ്യമന്ത്രിയായിരുന്നത് പവൻകുമാർ ചാംലിംഗ് ആയിരുന്നു. 99 മുതൽ ഏതാണ്ട് 24 വർഷം പവൻകുമാർ ചാംലിംഗ് മുഖ്യമന്ത്രിയായിരുന്നു. കഴിഞ്ഞ തവണ 2 സീറ്റുകൾ അദ്ദേഹം വിജയിച്ചെങ്കിൽ ഇത്തവണ മത്സരിച്ച 2 സീറ്റുകളിലും പവൻകുമാർ ചാംലിംഗ് പരാജയം അറിയുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഒരു SKMന്റെ തേരോട്ടമാണ് ഇപ്പോൾ ഏതായാലും സിക്കിമിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ നായകൻ, ഫുട്ബോൾ നായകനായ ബൈചുങ് ബൂട്ടിയ ഇത്തവണ SDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നു. അദ്ദേഹവും പരാജയം അറിയുകയാണ് ചെയ്തത്. ഒറ്റ സ്ഥാനാർത്ഥിയെ മാത്രമാണ് SKMന് ഏതായാലും ഈ ഘട്ടത്തിൽ വിജയിപ്പിക്കാൻ സാധിച്ചിട്ടുള്ളത്. ഏതാണ്ട് ഭൂരിപക്ഷം സീറ്റുകളുടെയും റിസൾട്ട് ഇതിനോടകം തന്നെ വന്നു കഴിഞ്ഞു. നേരിയ ചില സീറ്റുകൾ മാത്രമാണ് ഇതിനോടകം തന്നെ റിസൾട്ട് വരാനുള്ളത്. ഏതായാലും ഏകപക്ഷീയമായ വിജയം ഇത്തവണ ഇപ്പോൾ SKM സിക്കിമിൽ സ്വന്തമാക്കിയിരിക്കുകയാണ്. ശരി രാകേഷ്, എന്തായാലും അരുണാചൽ പ്രദേശിലും സിക്കിമിലും 2ഇടത്തും ഭരണമാറ്റമില്ല. അരുണാചൽ പ്രദേശിൽ BJP, സിക്കിമിൽ SKM.
Political Grand Finale. Co-presented by Berger Paints. 100 years of trust. Educational partners. IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBISലൂടെ Indian Institute of Commerce, Lakshya. ജോയിൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോമേഴ്സ്, ലക്ഷ്യ. 21ാം വയസ്സിൽ ലൈഫ് ഈസ് സെറ്റിൽ. And Jain deemed to be University, Kochi. Be the change, be the future with Jain deemed to be University, Kochi. മറ്റു വാർത്തകൾ കൂടി നോക്കാം. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇന്ന് തിരികെ ജയിലിലേക്ക് പോകും. മദ്യനയ അഴിമതി കേസിൽ സുപ്രീം കോടതി നൽകിയ ഇടക്കാല ജാമ്യത്തിന്റെ കാലാവധി ഇന്നലെ അവസാനിച്ചിരുന്നു. ഇന്ന് ജയിലിലേക്ക് പോകാൻ ഇരിക്കുകയാണ് അരവിന്ദ് കെജ്രിവാൾ. ആരോഗ്യ പ്രശ്നം ചൂണ്ടിക്കാട്ടി ജാമ്യ കാലാവധി നീട്ടണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ സുപ്രീം കോടതി ഇക്കാര്യം വിസമ്മതിച്ചിരുന്നു. മുസ്ലിം ലീഗിൽ ചേർന്നേക്കുമെന്ന വാർത്തകൾ തള്ളിക്കളയുകയാണ് INL നേതാവും മുൻ മന്ത്രിയുമായ അഹമ്മദ് ദേവർകോവിൽ. പുറത്തു വന്നത് വ്യാജ വാർത്തയാണെന്നാണ് ദേവർകോവിൽ പറയുന്നത്. പാർട്ടി പുറത്താക്കിയവരാണ് ഇത്തരത്തിലുള്ള വാർത്തയ്ക്ക് പിന്നിലെന്ന് അഹമ്മദ് ദേവർകോവിൽ പ്രതികരിച്ചു. ഇക്കാര്യം മുസ്ലിം ലീഗും തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഒരു തരത്തിലുള്ള ചർച്ചയും അഹമ്മദ് ദേവർകോവിലുമായി നടത്തിയിട്ടില്ല എന്ന് PMA സലാമും പറഞ്ഞു. വാക്കുകളിലേക്ക്. മുസ്ലിം ലീഗിനെ തെറ്റായ നിലപാട് പ്രതിഷേധിച്ചുകൊണ്ട് ആ മുസ്ലിം ലീഗ് ഭരണത്തിലിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഭരണത്തിന്റെ എല്ലാ സൗകര്യങ്ങളും വേണ്ടെന്ന് വെച്ച് പ്രതിപക്ഷത്തേക്ക് ഇറങ്ങി വന്ന് പുതിയൊരു രാഷ്ട്രീയ പാർട്ടിക്ക് നേതൃത്വം കൊടുത്ത ആളുകളാണ് ഞങ്ങളൊക്കെ. ഞങ്ങൾക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഘടകകക്ഷിയായി മുന്നണിയുടെ മന്ത്രിയായി 2.5 വർഷക്കാലം ഇരിക്കാനുള്ള അവസരം ലഭിച്ചു. അത്തരമൊരു സാഹചര്യത്തിൽ വീണ്ടും പഴയ രാവണത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കൂ? ഞാൻ ഒരു തരത്തിലുള്ള ചർച്ചയും ആരുമായും നടത്തിയിട്ടില്ല, ഒരിക്കലും നടത്താനും ആഗ്രഹിക്കുന്നില്ല. ഞാൻ സത്യത്തിൽ അദ്ദേഹത്തെ കണ്ടിട്ട് തന്നെ മാസങ്ങളായി. കോഴിക്കോട് ഒരു കല്യാണത്തിൽ വെച്ചാണ് ഒരു 5-6 മാസം മുമ്പ് കണ്ടത്. ഇപ്പോൾ സംസാരിച്ചു എന്ന് പറയുന്നതിൽ ഒരർത്ഥമില്ല. ഇപ്പോൾ MLA അദ്ദേഹം MLA ആണ്. നിയമസഭയിൽ അബ്ദുൽ ഹുസൈൻ തങ്ങളും അതുപോലുള്ള MLA കാണാറുണ്ട്, ഒരുമിച്ച് ചായ കുടിക്കാറുണ്ട്, ഒക്കെയുണ്ട്. അത് രാഷ്ട്രീയ ചർച്ചയായി അംഗീകരിക്കാൻ പറ്റുമോ? മറ്റു ചർച്ചകളൊന്നും നടന്നിട്ടില്ല. മുസ്ലിം ലീഗ് ഒരാളുമായും അത്തരത്തിലുള്ള ചർച്ചകൾ നടത്തിയിട്ടില്ല. മുസ്ലിം ലീഗിനെ പൊതുവായിട്ട് പറയാനുള്ള കാര്യം, മുസ്ലിം ലീഗ് ഒരു ജനാധിപത്യ മതേതര പ്രസ്ഥാനമാണ്. മുസ്ലിം ലീഗ് എപ്പോഴും അതിന്റെ ജനകീയ അടിത്തറ കൂട്ടാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുന്ന ഒരു സംഘടനയാണ്. ആ നിലയിൽ അദ്ദേഹം വരാനുള്ള നീക്കമുണ്ടെങ്കിൽ സ്വാഗതം. അത്രേ അതിനെപ്പറ്റി പറയാനുള്ളൂ. അതിനൊരു ക്ലാരിറ്റി വരട്ടെ. എന്തായിരുന്നാലും മുസ്ലിം ലീഗ് ഒരു പൊതുനയം എന്ന് പറയുന്നത് മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിലേക്ക് അതിന്റെ നയങ്ങളും പരിപാടികളുമായിട്ട് യോജിക്കാൻ കഴിയുന്ന ആളുകൾ വരികയാണെങ്കിൽ ഞങ്ങൾ അവരെ സ്വാഗതം ചെയ്യുക മാത്രമാണ് ചെയ്യുക. അതതിന്റെ വസ്തുത എങ്ങനെയാണെന്ന് വെച്ചാൽ വരട്ടെ. അപ്പം നമുക്ക് അതിലേക്ക് കാണുകയും ചെയ്യാം. നമ്മുടെ സമീപനം ഇതാണ്. നമ്മൾ വരുമ്പോൾ സ്വാഗതം ചെയ്യാൻ പറ്റിയ സംഗതിയാണ്. അത് പിന്നെ അതിന്റെ ക്ലാരിറ്റി വരട്ടെ. പക്ഷെ ലീഗിന്റെ സമീപനങ്ങൾ എപ്പോഴും തുറന്നൊരു സമീപനമാണ്. അതറിയില്ല, അത് അങ്ങനെ ഒരു ചർച്ച നടന്നതായിട്ട് അറിയില്ല. മുൻ മന്ത്രിയും INL നേതാവുമായ അഹമ്മദ് ദേവർകോവിൽ തിരികെ മുസ്ലിം ലീഗിലേക്ക് പോകാൻ പോകുന്നു എന്നുള്ള വാർത്തകളായിരുന്നു കഴിഞ്ഞ ദിവസം പ്രചരിച്ചിരുന്നത്. പക്ഷേ ഇക്കാര്യം ദേവർകോവിൽ തന്നെ തള്ളിക്കളയുകയാണ്. മുസ്ലിം ലീഗുമായി ചർച്ച നടന്നിട്ടില്ല എന്ന് PMA സലാം പറയുന്നു. ദേവർകോവിൽ വരികയാണെങ്കിൽ വരട്ടെ എന്ന രീതിയിലുള്ള നിലപാടാണ് ET സ്വീകരിച്ചിരിക്കുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്. KSU ക്യാമ്പിൽ നടന്ന അടിയെക്കുറിച്ചുള്ള റിപ്പോർട്ട് AICCക്ക് അയച്ചിട്ടുണ്ടെന്ന് KPCC പ്രസിഡന്റ് K. സുധാകരൻ. നടപടിയെടുക്കാതെ പോകാൻ കഴിയില്ല എന്നാണ് KPCC പ്രസിഡന്റിന്റെ നിലപാട്. KSUവിന്റെ പ്രസിഡന്റിനെ മാറ്റണോ എന്ന കാര്യത്തിൽ ഇപ്പോൾ താൻ അഭിപ്രായം പറയുന്നില്ലെന്നും K. സുധാകരൻ പറഞ്ഞു. അന്വേഷണത്തിന്റെ റിപ്പോർട്ട് AICCക്കായി പോയിട്ടുണ്ട്. AICCയിലെ ഇതിന് ലീഡർഷിപ്പ് ഉണ്ടല്ലോ, ഉണ്ടാകാം. അതും വരും. നിറങ്ങൾ വായിച്ചാൽ മതി. ഞാൻ പറഞ്ഞിട്ട് അറിയണ്ട. അതിലെത്തുമല്ലോ. എത്താതിരിക്കാൻ പറ്റുമോ ഒരു പാർട്ടിക്ക്? എത്തേണ്ടി വരും, എത്തും. അല്ല, അതങ്ങനെ ഈ ഒരു ജംഗ്ഷനിൽ ആ ഒരു അഭിപ്രായം പറയുന്നത് ഒരു സുഖമില്ലാത്ത കാര്യമാണ്. ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ വിലയിരുത്തി കമ്മിറ്റി നിശ്ചയിച്ചോട്ടെ. അതൊക്കെ പരിശോധിച്ചിട്ടുണ്ടാവും. എല്ലാം പരിശോധിച്ചിട്ടുണ്ട്. ഒരു പഴുതും കൊടുക്കാതെ പരിശോധിച്ചിട്ടുണ്ട്. അതിന്റെ റിപ്പോർട്ടും അഖിലേന്ത്യാ കമ്മിറ്റിക്ക് പോയിട്ടുണ്ട്. മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കാൻ പോവുകയാണ്. സംസ്ഥാനതല പ്രവേശനോത്സവം നാളെ രാവിലെ 9:30 എറണാകുളം എളമക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യും. ജില്ലാ അടിസ്ഥാനത്തിലും എല്ലാ സ്കൂളുകളിലും പ്രവേശനോത്സവം ഉണ്ടാവും. സ്കൂൾ PTA-ക്കെതിരെ വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി വിമർശനമുന്നയിച്ചു. PTA എന്നത് സ്കൂൾ ഭരണസമിതിയായി കാണരുത് എന്നാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ വിമർശനം. PTA ഫണ്ട് എന്ന പേരിൽ വലിയ തുക പിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും അത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും
ശിവൻകുട്ടി പറഞ്ഞു. കേരള വിദ്യാഭ്യാസ ചട്ടങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും വിദ്യാഭ്യാസ മന്ത്രി പറയുന്നു. എൻട്രൻസ് കോച്ചിംഗ് സെന്ററുകളിൽ അമിത ഫീസ് ഈടാക്കുന്നതായി വ്യാപക പരാതി കിട്ടിയിട്ടുണ്ട്. അൺഎയ്ഡഡ് സ്കൂളുകളിൽ അമിത ഫീസ് വാങ്ങുന്നുണ്ടെന്നും പരാതിയുണ്ട്. ഈ വിഷയങ്ങളിൽ സർക്കാർ കർശന ഇടപെടൽ നടത്തുമെന്നും ശിവൻകുട്ടി പറഞ്ഞു. പുതിയ അധ്യയന വർഷത്തിന് നാളെ തുടക്കമാകുമ്പോൾ സ്കൂൾ വിപണിയിലും അവസാനവട്ട തിരക്ക് അനുഭവപ്പെടുകയാണ്. കാലവർഷം ശക്തമായി തുടരുന്നതിന്റെ ആശങ്ക ഇപ്പോൾ വിപണിയിലുണ്ട്. എന്നാൽ നല്ല തിരക്കാണ് എല്ലായിടത്തും. സംസ്ഥാനതല പ്രവേശന ഉത്സവം നാളെ കൊച്ചിയിൽ നടക്കാൻ പോവുകയാണ്. ഇതിനിടെ സ്കൂൾ വിപണിയിലെ കാഴ്ചകൾ. എനിക്കിഷ്ടമായി. നല്ലതാണ്. ഞാൻ കുട അങ്ങനെ മറ്റേ ഇതുള്ളത് കവറിങ്ങനുള്ളത് കുട റേറ്റ് ബാഗ് ഉണ്ട്. ഇത് ബാഗിൻ്റെ കവറുണ്ട്, റെയിൻ കവറുണ്ട്, പെൻസിൽ പേന അങ്ങനെയൊക്കെ അങ്ങനെ കുറേ മേടിച്ചു. കുടകളുടെ നിറങ്ങളും വൈവിധ്യങ്ങളുമെല്ലാം കുരുന്നുകൾക്ക് വലിയ ഇഷ്ടമാണ്. പക്ഷേ വിലയുടെ കാര്യം പറയുമ്പോൾ മാതാപിതാക്കൾ ഒന്നും അടിയും. കാരണം കുട മാത്രം വാങ്ങിയതുകൊണ്ട് കാര്യമില്ല. പുതിയ ബാഗ്, പുസ്തകങ്ങൾ, ചെരുപ്പ്, വാട്ടർ ബോട്ടിൽ, അങ്ങനെ ആ ലിസ്റ്റ് നീണ്ടതാണ്. ഇതിനെല്ലാം പുറമെ യൂണിഫോമിൻ്റെ കനത്ത ബില്ല് വേറെയുമുണ്ട്. സ്കൂൾ പ്രവേശനോത്സവം കുറച്ച് ചെലവുള്ളതാണ്. എങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് പോകാതെ പറ്റില്ലല്ലോ. ഈ തവണ എനിക്ക് വലിയ കുഴപ്പം തോന്നുന്നില്ല. പിന്നെ ലാസ്റ്റ് ഇയർ കൊറോണയുടെ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാസ്റ്റ് ഇയർ അധികം ഒന്നും മേടിച്ചില്ല. പിന്നെ ഈ തവണ ഇത്തിരി നല്ല ഹെവി പർച്ചേസിങ്ങിന് വേണ്ടി തന്നെ ഇറങ്ങിയേക്കാണ് സാധനങ്ങൾ. കുഴപ്പമില്ല. എനിക്ക് ഏതായാലും ഇയാൾക്ക് പറ്റിയ സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഈ സമയത്താകുമ്പോൾ എല്ലായിടത്തും ഒരുപാട് കളക്ഷൻസ് ഒരുപാട് വന്നിട്ടുണ്ടല്ലോ. നല്ല ആളുകൾ കൂടുതൽ ഈ ഭാഗത്തൊക്കെ കൂടുതൽ വാങ്ങിക്കുന്നത്. വിലകൾ ഇപ്പോൾ പൊതുവെ എല്ലാത്തിനും കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ. എന്നാലും നമുക്ക് അഡ്ജസ്റ്റഡ് ആയ സ്ഥലത്തല്ലേ നമ്മൾ വരുള്ളൂ. ബ്രാൻഡഡ് സാധനങ്ങൾ അന്വേഷിച്ചു വരുന്നവരും ബജറ്റിന് ഒതുങ്ങുന്ന സാധനങ്ങൾ തേടുന്നവരും ഒരുപോലെയുണ്ട് കടയിൽ. നല്ല ബാഗ് നമ്മളിവിടെ ലോക്കൽ തയ്ക്കുന്ന ബാഗൊക്കെ ഉണ്ട്. നമ്മൾ 1 ഇയർ വാറണ്ടി കൊടുക്കുന്നുണ്ട്. അതിനൊക്കെയാണ് കൂടുതൽ ആള് അതിൻ്റെ താഴെയുള്ളത്. ബ്രാൻഡഡ് വരുമ്പോൾ എങ്ങനെയായാലും 1000 എബോ വരും. അപ്പം ഒരു 4 കുട്ടികളൊക്കെ ഉള്ള ഫാമിലി ആകുമ്പോൾ ബഡ്ജറ്റ് താങ്ങൂല. ബുക്ക്, പേന, റെയിൻകോട്ട് എല്ലാം കൂടി കസ്റ്റമർക്ക് വലിയ ബഡ്ജറ്റാവും. സ്കൂൾ പ്രവേശനോത്സവത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം കൊച്ചിയിലാണ്. എളമക്കര ഗവൺമെൻറ് ഹൈസ്കൂളിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് 18 കൊച്ചി. വടക്കേ ഇന്ത്യയിൽ ഉഷ്ണതരംഗം തുടരുകയാണ്. പല സംസ്ഥാനങ്ങളിലും താപനില 50 ഡിഗ്രി സെൽഷ്യസിനും മുകളിലാണ്. ഇതുവരെ 58 മരണങ്ങളാണ് ഉഷ്ണതരംഗത്തിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ വീട്ടിൽ ഇന്ന് യോഗം ചേരുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ ആയിഷത്തുൽ ഷംന ചേരുകയാണ്. ഷംന, ഏതെല്ലാം സംസ്ഥാനങ്ങളിലാണ് ഇപ്പോൾ സ്ഥിതി വലിയ പ്രശ്നമായി മാറിയിട്ടുള്ളത്? മഞ്ജുഷ, തീർച്ചയായിട്ടും ഉത്തർപ്രദേശിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ മരണങ്ങൾ സംഭവിച്ചത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ പോളിംഗ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരടക്കം 13 പേരൊക്കെയാണ് ഒരു ദിവസം മാത്രം UP-യിൽ മരണപ്പെട്ടത്. ഇത്തരത്തിൽ ഉഷ്ണതരംഗം മൂലം രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലായി നിരവധി പേർ മരിച്ചു. ഇപ്പോൾ 58 പേരാണ് ഉഷ്ണതരംഗം മൂലം രാജ്യത്ത് ആകെ മരിച്ചത്. എന്തായാലും ഇത് മാർച്ച് മുതൽ മെയ് വരെയുള്ള ഒരു കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ മരണം സംഭവിച്ചത് മെയ് മാസത്തിലാണ്. മെയ് മാസത്തിൽ മാത്രം 45-ലധികം മരണങ്ങളാണ് മെയ് മാസത്തിൽ മാത്രം സംഭവിച്ചത്. ഇത്തരത്തിൽ ഒഡീഷയിലും 10 പേര്, ഒഡീഷയിലെ സർക്കാർ ആശുപത്രിയിൽ 10 പേരാണ് ഒരു ദിവസം മാത്രം മരിച്ചത്. എന്തായാലും ഇത്തരത്തിൽ തന്നെ 50 ഡിഗ്രി 52 ഡിഗ്രി വരെയൊക്കെ റെക്കോർഡ് താപനിലയാണ് പല സംസ്ഥാനങ്ങളിലും രേഖപ്പെടുത്തിയത്. ഇപ്പോഴും 50 ഡിഗ്രിയായി അല്ലെങ്കിൽ 47 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ തുടർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ട്. ബീഹാർ, ഉത്തർപ്രദേശ്, ഒഡീഷ, ജാർഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലൊക്കെ ഇപ്പോഴും ഉയർന്ന ഉഷ്ണതരംഗം തന്നെയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി യോഗം വിളിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ഉയർന്ന ഒരു ഉഷ്ണതരംഗം ആണ് പ്രധാനമായും ചർച്ചയാവുന്നത്. ഒപ്പം റിമാൽ ചുഴലിക്കാറ്റ് ചർച്ചയാകുന്നുണ്ട്. ഇത്തരത്തിൽ റിമാൽ ചുഴലിക്കാറ്റ് കാരണം ഉണ്ടായ നാശനഷ്ടങ്ങൾ, അതിൻ്റെ പ്രതിരോധ സംവിധാനങ്ങൾ, പുനരധിവാസത്തിനുള്ള കാര്യങ്ങൾ തുടങ്ങിയ വിഷയങ്ങളൊക്കെ ഇന്ന് ചർച്ചയാകും. ഏറ്റവും
നമുക്കറിയാം ഈ ഉഷ്ണതരംഗം മാത്രം മരണപ്പെട്ടവരാണ് ഇപ്പോൾ ഈ 58 പേർ എന്ന് പറയുന്ന കണക്ക്. ഇതിനു പുറമെ ഈ ഉയർന്ന താപനില തുടർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അതുമൂലമുണ്ടായ ദേഹാസ്വാസ്ഥ്യങ്ങൾ കാരണം നിരവധി പേർ മരിച്ചിട്ടുണ്ട്. ഡൽഹിയിലെ ഒരു മലയാളി പോലീസ് ഉദ്യോഗസ്ഥനടക്കം ഇത്തരത്തിൽ ഉയർന്ന താപനില മൂലമുണ്ടായ ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് മരണപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഉഷ്ണതരംഗം വലിയ പ്രശ്നമായി മാറിയിരിക്കുകയാണ് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ച് ഉത്തർപ്രദേശിലാണ് ഇതുമൂലം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ഉണ്ടാകുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 4 വയസ്സുകാരിയുടെ വിരലിന് പകരം നാവിന് ശസ്ത്രക്രിയ നടത്തിയ സംഭവത്തിൽ ഡോക്ടർക്ക് പിഴവുണ്ടായതായി മെഡിക്കൽ ബോർഡിന്റെ റിപ്പോർട്ട്. ആശുപത്രി സംവിധാനത്തിലെ തകരാറുകളും ഈ സംഭവത്തിലേക്ക് നയിച്ചു. മെഡിക്കൽ ബോർഡ് കൺവീനറായ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എൻ രാജേന്ദ്രൻ മെഡിക്കൽ കോളേജ് ACP KE പ്രേമചന്ദ്രന് റിപ്പോർട്ട് കൈമാറി. ശസ്ത്രക്രിയയിൽ പിഴവ് സംഭവിച്ചതായി നേരത്തെ പോലീസിന്റെ അന്വേഷണത്തിലും കണ്ടെത്തിയിരുന്നു. പോലീസിന്റെ കണ്ടെത്തൽ മെഡിക്കൽ ബോർഡും ശരിവെച്ച സാഹചര്യത്തിൽ ഡോക്ടർക്കെതിരെ അന്വേഷണ ഉദ്യോഗസ്ഥൻ കോടതിയിൽ കുറ്റപത്രം നൽകും. സംഭവത്തിൽ മെഡിക്കൽ നെഗ്ലിജൻസ് ആക്ട് പ്രകാരം മെഡിക്കൽ കോളേജ് പോലീസ് നേരത്തെ തന്നെ കേസെടുത്തിരുന്നു. 3 വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന കുറ്റം ഡോക്ടർക്കെതിരെ എടുത്തിട്ടുണ്ട്. ജുഡീഷ്യൽ കമ്മിറ്റിക്ക് മുന്നിൽ ഹാജരായി പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ കുടുംബം. സർവകലാശാലയ്ക്കെതിരെ കയ്യിലുള്ള തെളിവുകൾ ജുഡീഷ്യൽ കമ്മീഷന് നൽകും. തെളിവ് സഹിതം സത്യം പുറത്തുവരും. അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയതുകൊണ്ടാണ് CBI അന്വേഷണം ആവശ്യപ്പെട്ടതെന്നും കുടുംബം വ്യക്തമാക്കി. സത്യം പുറത്തു വരും, ഉറപ്പായിട്ടും സത്യം പുറത്തു വരും. അതിൽ തന്നെയാണ് നമ്മൾ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മളുള്ള തെളിവുകളും സോളിഡായിട്ടുള്ള തെളിവുകളും അല്ലെങ്കിൽ മൊഴികളും കൊടുക്കാൻ വേണ്ടിയിട്ട് കമ്മീഷന് മുമ്പായിട്ട് വന്നത്. കാട്ടാമ്പള്ളിയിൽ ഓട്ടോറിക്ഷ അഗ്നിക്കിരയാക്കിയതിനെ തുടർന്ന് തൊഴിൽ രഹിതയായ ചിത്രലേഖയ്ക്ക് ആം ആദ്മി വനിതാ വിഭാഗമായ മഹിളാ ശക്തി ഓട്ടോറിക്ഷ നൽകി. CITU CPM പ്രവർത്തകരെന്ന് പറയുന്ന സംഘം ചിത്രലേഖയുടെ വീട് ആക്രമിക്കുകയും ഓട്ടോറിക്ഷ തീവെക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ആപ്പ് പ്രവർത്തകർ കൈത്താങ്ങായി വന്നത്. പയ്യന്നൂരിൽ ജോലി ചെയ്തിരുന്ന കാലത്ത് ദളിത് യുവതിയായ ചിത്രലേഖയ്ക്ക് നേരെ പ്രശ്നമുണ്ടാവുകയും ഇതേ തുടർന്നിവർ കണ്ണാടിപ്പറമ്പിലേക്ക് സ്ഥലം മാറുകയും ചെയ്തിരുന്നു. 9 മാസം മുമ്പാണ് കണ്ണാടിപ്പറമ്പിലെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷ കത്തിച്ചത്. ഇതേ തുടർന്ന് ജോലി ചെയ്യാനോ കുടുംബം നോക്കാനോ കഴിയാത്ത ചിത്രലേഖ തൊഴിൽ രഹിതയായി വീട്ടിലിരിക്കുന്ന സാഹചര്യത്തിലാണ് അവരെ കർമ്മരംഗത്തിറക്കുന്നതിനായി 4 ലക്ഷം രൂപ ചെലവിൽ ആം ആദ്മി സവാരി എന്ന പേരിൽ പുതിയ ബജാജ് ഓട്ടോറിക്ഷ ആപ്പ് പ്രവർത്തകർ ധനസമാഹരണം നടത്തി വാങ്ങി നൽകിയത്. കണ്ണൂർ തെക്കി ബസാർ ഗുരുഭവൻ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ആം ആദ്മി പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് വിനോദ് മാത്യു വിൽസൺ താക്കോൽ കൈമാറി. ചിത്രലേഖയ്ക്ക് കണ്ണൂരിൽ ജോലി ചെയ്യാനുള്ള സാഹചര്യം പാർട്ടി ഒരുക്കുമെന്ന് വിനോദ് മാത്യു വിൽസൺ അറിയിച്ചു. ആം ആദ്മിയെ തൊടാൻ, ഈ ഓട്ടോയെ തൊടാൻ ധൈര്യം CPM ഉണ്ടാവില്ല. കാരണം ഇത് കേജ്രിവാളിന്റെ ഓട്ടോയാണ്, കേജ്രിവാളിന്റെ ആശയം പേറുന്ന ഓട്ടോയാണ്, ആം ആദ്മിയുടെ സവാരിയാണ്. ചിത്രലേഖ അതിന്റെ നിമിത്തം ഒരു ടൂളാണെന്നേ ഉള്ളൂ. ആം ആദ്മിയുടെ ഓട്ടോയാണ് ഓടുന്നത്. ആ ഓട്ടോയെ തൊടാൻ, ഇനി അത് കത്തിക്കാൻ, അവരുടെ ഉപജീവനമാർഗം ഇല്ലായ്മ ചെയ്യാൻ CPM എന്ന് പറയുന്ന സംവിധാനം കഴിയില്ല. അവരത് നിൽക്കില്ല. അങ്ങനെ നിന്നാൽ അതിന്റെ ബാക്കി പ്രവർത്തനം എന്താ ഞങ്ങൾക്കറിയാം. അതിശക്തമായി അവരുടെ പിന്നിൽ അണിനിരക്കും. ഇതൊരു പുതിയ അധ്യായമാണ് ചിത്രലേഖയുടെ വിഷയത്തിൽ. കഴിഞ്ഞ 20 വർഷമായി നിങ്ങൾ കണ്ട കേട്ട കഥകളല്ല. ഇന്ന് മുതൽ ഇവിടെ ഒരു പുതിയ ചരിത്രം പിറക്കാൻ പോവുകയാണ്. ബാക്കി നമുക്ക് നോക്കാം. CPMന്റെ ഒരു വെല്ലുവിളിയും ഇനി നടക്കില്ലെന്നും ചിത്രലേഖ സ്വതന്ത്രമായി ജോലി ചെയ്ത് ജീവിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. CPM കഴിഞ്ഞ 20 വർഷമായി അവരുടെ സംവിധാനവും ധാർഷ്ട്യവും ഉപയോഗിച്ച് ചിത്രലേഖയെ വേട്ടയാടുകയാണെന്ന് വിനോദ് മാത്യു വിൽസൺ പറഞ്ഞു. കണ്ണൂർ കോർപ്പറേഷൻ പരിധിയിൽ ഓട്ടോറിക്ഷ ഓടിച്ചു ജീവിക്കുമെന്ന് ചിത്രലേഖ അറിയിച്ചു. വെല്ലുവിളികളെ അതിജീവിച്ച് മുന്നോട്ടു പോകാനാണ് തീരുമാനം. തനിക്കെതിരായ അക്രമങ്ങളിൽ ജില്ലാ ഭരണകൂടമോ പോലീസോ ഫലപ്രദമായ നടപടി സ്വീകരിച്ചില്ലെന്നും ചിത്രലേഖ പറഞ്ഞു. ജില്ലാ ഭരണകൂടത്തിനെ കൊണ്ടോ പോലീസിന്റെ ഭാഗത്തുനിന്നോ നമുക്ക് കോടതിയുടെ ഭാഗത്തുനിന്നോ ശരിയായ നിലപാടിലല്ല മുന്നോട്ട് പോയത്. അതുകൊണ്ട് തന്നെ പുനരധിവാസം വാങ്ങിച്ച് നമ്മൾ കണ്ണൂർ കാട്ടാമ്പള്ളിയിലേക്ക് താമസം മാറുകയുണ്ട്. അവിടെ വീണ്ടും നമുക്ക് ഈ ഒരു അനുഭവമാണ് നേരിടേണ്ടി വരുന്നത്. ഈ 9 മാസക്കാലം ഞാൻ ഒരു ആശ്രയമില്ലാതെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് എങ്ങനെ പലവട്ടം മരണത്തെ അഭിമുഖീകരിച്ച് നിന്നതാണ്. കാരണം ആത്മഹത്യ ചെയ്യണോ, ചെറിയ 2 കുട്ടികളുണ്ട്, പിന്നെ അവരെയും കൂടി അതിലേക്ക് വലിച്ചിഴക്കണമെന്നില്ല എല്ലാ ചോദ്യങ്ങളും മുന്നിട്ട് നിന്നുകൊണ്ടാണ് ഞാൻ ആം ആദ്മി പാർട്ടി. ഓട്ടോറിക്ഷയുടെ ഡൗൺ പേയ്മെന്റും വുഡ് വർക്കും 1 മാസം ജീവിക്കാനുള്ള സാമ്പത്തിക സഹായവുമാണ് ആം ആദ്മി പാർട്ടി വനിതാ വിഭാഗം നൽകിയത്. താക്കോൽദാന ചടങ്ങിൽ ആപ്പ് വനിതാ വിഭാഗം മഹിളാ ശക്തി സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ സബീന എബ്രഹാം, നേതാക്കളായ A. അരുൺ, അജി കൊളോണിയ, ജയദേവ് ഗംഗാധരൻ, TT സ്റ്റീഫൻ,
സെലിൻ ജോൺസൺ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് 18 കണ്ണൂർ. 2020 ലോകകപ്പ് ക്രിക്കറ്റിലെ ആദ്യ ജയം USA-ക്ക്. കാനഡയെ 7 വിക്കറ്റിനാണ് ആതിഥേയർ തോൽപ്പിച്ചത്. 195 റൺസ് വിജയലക്ഷ്യം 14 പന്തുകൾ ബാക്കി നിൽക്കെ USA മറികടന്നു. ആരോൺ ജോൺസ് 94 റൺസ് എടുത്ത് പുറത്താകാതെ നിന്നു. ആൻഡ്രൂസ് ഗൂസ് 65 റൺസ് എടുത്തു. ആദ്യം ബാറ്റ് ചെയ്ത കാനഡ 5 വിക്കറ്റ് നഷ്ടത്തിലാണ് 194 റൺസ് എടുത്തത്. ഇന്ത്യൻ വംശജൻ നവനീത് ധാലിവാൾ 61 റൺസ് എടുത്ത് ടോപ്പ് സ്കോററായി. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ കൂടി നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6635, പവന് 53,080. 18 ക്യാരറ്റ് ഗ്രാമിന് 5525, പവന് 44,200. വെള്ളി ഗ്രാമിന് 97, കിലോയ്ക്ക് 97,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. പകൽ വാർത്ത അവസാനിക്കുന്നു. നമസ്കാരം. ഡൽഹിയിൽ ചേർന്നിരുന്നു. ഈ യോഗത്തിന് ശേഷം